ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട അനന്തര സഭയുടെ കൺവെൻഷൻ വേദികളിൽ വളരെ തിളക്കമാർന്ന സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന പ്രൊഫസർ ടി വർഗീസാണ്. അദ്ദേഹം ജന്മം കൊണ്ട് കാർത്തികപ്പള്ളിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് അനന്തര സഭ മുഴുവൻ ഉണ്ടെങ്കിലും ഇപ്പോൾ അടൂർ ഭദ്രാസനത്തിലാണ് സാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടൂർ സെന്റ് ജോസഫ്സ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയായി റിട്ടയറായി ഇപ്പോൾ മുഴുവൻ സമയവും സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ പ്രാർത്ഥന യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിന്റെ അതിന്റെ ഗവേണിംഗ് അംഗമായിട്ടൊക്കെ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നു. കൺവെൻഷൻ വേദികളിലും കുടുംബ സദസ്സുകളിലും ഒക്കെ വേറിട്ട ഒരു തരംഗ ദൈർഘ്യം സൃഷ്ടിക്കുവാൻ ബഹുമാനപ്പെട്ട സാറിന് സാധിക്കുന്നു. സാറിന്റെ സഹധർമ്മിണിയും നമ്മളൊപ്പം ഇന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ഹാർദവുമായിട്ട് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയപ്പെട്ട ടി വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയപ്പെട്ട സാറിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവവചനത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത് ബോധ്യത്തോടെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടിയായിരിക്കും. ദൈവശബ്ദമാണ് നമുക്ക്
ദൈവസ്വരമാണ് നാം കേൾക്കുന്നത്. മനുഷ്യന്റെ ശബ്ദമല്ല. മനുഷ്യനാണ് സംസാരിക്കുന്നതെങ്കിൽ സംസാരിക്കുന്നത് വചനമാണ്. അതുകൊണ്ട് തന്നെ അത് ദൈവശബ്ദമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? വേദപുസ്തകമുള്ളവരെ വായിച്ച് സഹായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം എന്ന് വായിച്ചിട്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, യഹോവയുടെ പുസ്തകത്തിൽ നിന്ന് അന്വേഷിച്ച് ഉറക്കമായില്ല, യഹോവയുടെ പുസ്തകത്തിൽ നിന്ന് അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ആദ്യവാക്യം അങ്ങനെയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ പുസ്തകത്തിൽ നിന്ന് അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല. യഹോവയുടെ പുസ്തകം എന്ന് പറഞ്ഞ വിശുദ്ധരുടെ പുസ്തകം. അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. കാരണം പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചു. അവന്റെ വായല്ലോ അത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടി വരുത്തിയത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ച്, അവന്റെ വായല്ലോ അത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടി വരുത്തിയത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ നാവ് തന്നെ സംസാരിച്ചതാണ് എന്ത് ദൈവവചനം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നാം വചനത്തിന്റെ മുൻപിൽ ദൈവസ്വരമാണ് കേൾക്കുന്നത്, ദൈവത്തിന്റെ വാക്കുകളാണ് നാം കേൾക്കുന്നത്. നാം ജീവനുള്ള വചനത്തിന്റെ മുൻപിലാണ് ഇരിക്കുന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ വേദശാസ്ത്ര പണ്ഡിതനുമല്ല. പക്ഷെ ദൈവം എന്നെ ഒത്തിരി ഇടങ്ങളിൽ വെച്ച് പറഞ്ഞതുപോലെ സന്തോഷം വെച്ചാൽ നല്ല വാക്കുകൾ ദൈവം എന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുൻപിൽ ഈ പുസ്തകമായി നിൽക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ നാടുകളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വിഷയമാണ് ഞാൻ പങ്കുവെക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സത്യം, പലപ്പോഴും നമുക്ക് ദൈവവചനത്തിന്റെ ശക്തി പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, നമ്മളതിന് വില കൊടുക്കുന്നില്ല, നമ്മളതിനെ ആദരിക്കുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം എടുക്കുക. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം വേഗത്തിൽ കിട്ടുന്ന സഹായം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കും. നോട് വായിക്കാം, ഇവിടെ നിന്ന് വായിക്കാം, ഉറക്കെ വായിക്കും. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. അത്രയും മതി, എനിക്ക് അത്രയും കിട്ടാം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. ആയിക്കോട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുക. എന്താ അതിന്റെ അർത്ഥം? ദൈവവചനത്തെ ആര് മാനിക്കുന്നുവോ, അത് പ്രമാണിക്കുന്നുവോ, ദൈവവചനത്തെ ആര് ആദരിക്കുന്നുവോ, ബഹുമാനിക്കുന്നുവോ, അവന് നന്മ ഉണ്ടാവുമെന്നർത്ഥം. ഈ POC ബൈബിളിന്റെ വിവർത്തനം ഇങ്ങനെയാണ്: ദൈവവചനത്തെ ആദരിക്കുന്നവൻ ഉത്കർഷം പ്രാപിക്കും. അർത്ഥം ഒന്നും സെയിമാണ്, അർത്ഥം രണ്ടും സെയിമാണ്. നമ്മുടെ സത്യവേദോത്സവത്തില് ഞാൻ POC ബൈബിളിന്റെ വിവർത്തനം പറഞ്ഞ അർത്ഥം ഒന്ന് തന്നെ. ഇവിടെ നമ്മൾ പറഞ്ഞു തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. മറ്റൊരു വിവർത്തനം പറഞ്ഞത് ദൈവവചനത്തെ ആദരിക്കുന്നവൻ എന്ത് പ്രാപിക്കും? ഉയർച്ച പ്രാപിക്കും, ഉത്കർഷം പ്രാപിക്കും, നന്മ ഉണ്ടാകും, അവന്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നതിന്റെ അർത്ഥം. അപ്പോൾ ഏതൊരു വ്യക്തി ദൈവവചനത്തെ മാനിക്കുന്നുവോ ആ വ്യക്തിക്ക് എന്തുണ്ടാകും? ഉയർച്ച ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, പ്രോസ്പെരിറ്റി ഉണ്ടാകും, അവന്റെ കുടുംബത്തിൽ നന്മ ഉണ്ടാകും, അവന്റെ തലമുറ അനുഗ്രഹിക്കും. ഇത് പലപ്പോഴും നമുക്ക് എൻ്റെ സഭയിൽ, എൻ്റെ ശ്രേഷ്ഠ സഭയിലെ ദൈവമക്കൾക്ക് പലപ്പോഴും അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നാം അതിന് വില കൊടുക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം തുടങ്ങട്ടെ എൻ്റെ വിഷയത്തിൽ. കുറെ വർഷങ്ങൾക്ക് മുൻപ്
10-20 വർഷമായി. ഞാൻ അന്ന് സെൻസസ് കോളേജിൽ അധ്യാപകൻ. എൻ്റെ വീട്ടിൽ ഒരു അക്രൈസ്തവനായ ഒരു പയ്യൻ ജോലിക്ക് പോയി. ദാസൻ ആണ് അവൻ്റെ പേര്. ഒരു അക്രൈസ്തവൻ, സാധുവായ പയ്യൻ. അവൻ അന്നൊരു 10-25 വയസ്സ് കാണുന്നു. ഞാൻ വിവാഹം കഴിച്ച് രക്ഷിക്കപ്പെട്ട രക്ഷയിലേക്ക് വന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ സഭയിലെ ക്രൈസ്തവ സ്വീകരിച്ചു, ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഒരു കാര്യം പറയുവാനാണ്. ഈ 10-20 വർഷങ്ങൾക്ക് അവൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നു. ഞാൻ ആ കോളേജിൽ നിന്ന് ജോലിയെല്ലാം 4 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവൻ്റെ പണിയൊക്കെ നോക്കാൻ അവൻ പുരടത്തിൽ പണിതുകൊണ്ടിരിക്കും, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുരടത്തിൽ തെങ്ങിനൊക്കെ വളമിട്ടുകൊണ്ടിരിക്കുക. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു ബൈബിൾ തരാം, എനിക്കൊരു ബൈബിൾ തരാം. ഞാനങ്ങ് ഹാപ്പി ആയിട്ട്. ഇവിടെ ഒരു അക്രൈസ്തവനായാലും കൊച്ചൻ എൻ്റെ അടുത്ത്, ഞാൻ ആ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതെന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ്, സാറേ എനിക്കൊരു ബൈബിൾ വേണം, തരാം. ഞാൻ പറഞ്ഞു തരാം, അവിടെ എൻ്റെ ബൈബിളിൽ പോകണം, എൻ്റെ പുത്തൻ ബൈബിളിൽ പോകണം. ഞാൻ പറഞ്ഞു തരാം, നീ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാ. ഞാൻ നോക്കിയപ്പോൾ അവൻ ജോലിയെല്ലാം കഴിഞ്ഞാൽ അവൻ്റെ ദേഹമൊക്കെ ശുദ്ധി വരുത്തി, വസ്ത്രമൊക്കെ മാറി, അവൻ്റെ പണി വസ്ത്രമൊക്കെ മാറി, അവന് നല്ല വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് എൻ്റെ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കി. ഞാൻ പറഞ്ഞു, ദാസ ഇങ്ങനെ അകത്ത് കയറി വന്നു, ഡ്രോയിങ് റൂമിലോട്ട് കയറി വന്നു. അവൻ ഡ്രോയിങ് റൂമിലോട്ട് കയറി വന്നു. ഞാൻ പറഞ്ഞു വെക്കാൻ പറഞ്ഞൊരു കാര്യം, അവൻ എൻ്റെ ഈ ദാസൻ എന്ന് പറയുന്ന അക്രൈസ്തവനായ പയ്യൻ എൻ്റെ കയ്യിൽ നിന്ന് ബൈബിൾ മേടിച്ച രംഗം ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുക. കൈകൾ കൂപ്പി താഴ്ന്നു വണങ്ങി, എത്രയും താഴാമോ അത്രയും താഴ്ന്നു വണങ്ങി എൻ്റെ കയ്യിൽ നിന്ന് ആദരവോടെ ബഹുമാനത്തോടെ അവൻ ആ ബൈബിൾ മേടിക്കും. എന്നെ കേൾക്കുന്ന ആ ദൈവജനനെ നാം എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്, നാം എന്ത് വില കൊടുക്കുന്നുണ്ട് ഈ പുസ്തകം. എനിക്ക് സങ്കടം തോന്നിച്ചു. അച്ഛനിടയ്ക്ക് പറഞ്ഞതുപോലെ ഇതിനെ മാനിക്കുന്നവനെ ദൈവം മാനിച്ചിരിക്കും, അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവവചനത്തെ ആദരിക്കുന്ന ഒരു ഉത്കർഷം പ്രാപിക്കുമെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നമ്മളെ എല്ലാം കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് നമ്മൾ ജനിക്കേണ്ടത്. അപ്പോൾ എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആരാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്? Can you answer me? എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആരാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആര് പറഞ്ഞു തരണം? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, മനുഷ്യന് തിരുത്തലുകൾ ആവശ്യമാണോ? സ്ഥലം ഉത്തരം അതെ, തിരുത്തൽ ആവശ്യമാണ്. മനുഷ്യന് നിയന്ത്രണങ്ങളും ആവശ്യം. അപ്പോൾ ആരാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്? ആരാണ് എന്നെ തിരുത്തേണ്ടത്? എന്നെ ആര് തിരുത്തും? എന്നെ ആര് നിയന്ത്രിക്കും? മനുഷ്യനെ നിയന്ത്രിക്കാറുണ്ട്. ഞാനൊരു അധ്യാപകൻ, ഏകദേശം 45-46 വർഷം കൊണ്ട് ഇപ്പോഴും ഒരു അധ്യാപകനാ അല്ലെങ്കിൽ പ്രിൻസിപ്പലാണ്. സെൻസസ് കോളേജിൽ ഇറങ്ങി വീണ്ടും ഞാനൊരു 11 വർഷം ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് പ്രിൻസിപ്പലാണ്. അച്ഛൻ ആ പള്ളി തൊട്ടടുത്ത പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, പറന്ന് അവിടെ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ്, അവിടെ 11 വർഷം പ്രിൻസിപ്പലാണ്. ചുരുക്കി പറഞ്ഞ് 46 വർഷം കൊണ്ട് ഞാൻ കോളേജ് അധ്യാപകൻ. ഞാൻ കുട്ടികളെ തിരുത്താറുണ്ട്. പക്ഷേ ആത്യന്തികമായി അബ്സല്യൂട്ട് വാല്യൂ കൊടുത്തവരെ പൂർണ്ണമായി തിരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും ലൗകിക ജീവിതത്തിലും നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണ്, നമുക്ക് നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഞാൻ എങ്ങനെ സംസാരിക്കണം, ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ എങ്ങനെ പെരുമാറണം, എൻ്റെ സംസാരം എങ്ങനെയായിരിക്കണം, എൻ്റെ നടപടികൾ എങ്ങനെയായിരിക്കണം, എൻ്റെ കേൾവികൾ എങ്ങനെയായിരിക്കണം, എൻ്റെ നിലപാടുകൾ എങ്ങനെയായിരിക്കണം, എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം, ഇതാരാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്? മനുഷ്യനെ തിരുത്തിയാൽ പൂർണ്ണമായും തിരുത്തപ്പെടില്ല. ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞോട്ടെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെയും നിങ്ങളെയും തിരുത്തുവാനുള്ള അധികാരം, അവകാശം ഞാൻ തീരെഴുതി കൊടുക്കേണ്ടത് എന്തിനാണെന്ന് അറിയാമോ? ദൈവവചനത്തിൽ കൊടുക്കും. ഈ പുസ്തകം എന്തു പറയുന്നു? ആ പുസ്തകം നീ അനുസരിക്കണം. ദൈവവചനം, അതുകൊണ്ടാണ് പറഞ്ഞത് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുന്നത്.
ഈ പുസ്തകത്തെ ആദരിക്കുന്നവൻ, ഈ പുസ്തകത്തെ മാനിക്കുന്നവൻ, ഈ പുസ്തകം അനുസരിക്കുന്നവൻ, അവന് നന്മ ഉണ്ടാകും, അവന് ഉയർച്ച ഉണ്ടാകും, അവന് അഭിവൃദ്ധി ഉണ്ടാകും. അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഈ പ്രവചന പുസ്തകത്തിലെ വെളിപ്പാട് 1:3 എടുത്തോളം ഞാൻ പറയുന്നു. വെളിപ്പാട് 1:3 പറയുകയാണ്, ഈ പ്രവചന പുസ്തകത്തിലെ അല്ലെ ഈ പുസ്തകത്തിലെ ഈ പ്രവചന പുസ്തകത്തിലെ അല്ലെങ്കിൽ ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവനും ഉറക്കെ വായിച്ചതാ സാറായിട്ടൊക്കെ ചോദിക്കുന്നത്. ഉറക്കെ വായി മോളെ. വെളിപ്പാട് 1:3. യെസ്, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നവൻ. ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചാലാണ് ഈ മോളെന്നെ വായിച്ച് ഇവിടെ വായിച്ച് കേൾപ്പിച്ചു. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ, ഇത് വായിക്കുന്നവൻ, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. അല്ലാണ്ട് ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാക്കിയതൊന്നുമല്ല ഭാഗ്യം, കോളേജ് പ്രിൻസിപ്പൽ ആയതുമല്ല ഭാഗ്യം. ഇതൊക്കെ ദൈവം തന്ന നന്മകൾ. അതാണ് മറ്റൊരു കാര്യം. ബൈബിൾ പഠിപ്പിക്കുന്ന ഭാഗ്യം ഈ പുസ്തകത്തെ മാനിക്കുന്നവനാണ് ഭാഗ്യം. അത് തന്നെ 1-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് 2 മുതൽ വാക്യങ്ങൾ. 1-ാം സങ്കീർത്തനം Psalms chapter 1. ദുഷ്ടന്മാരവിടെ നിൽക്കട്ടെ. 2-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. അവന്റെ ന്യായപ്രമാണത്തെ ഇവിടെ വായിച്ചേ മോളെ. വായിടാ പിള്ളേരെ കൊണ്ട് ഞാൻ വായിച്ചതല്ല. പിള്ളേരൊക്കെ എന്റെ വിഷയം അതിലേക്കല്ല. വായിച്ചേ. യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ചവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവനാ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവൻ എങ്ങനെ ഇരിക്കും? അവൻ ആര്? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവൻ എങ്ങനെ ഇരിക്കും? അവൻ ആന്തരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാരാണ് പട്ടമായ വൃക്ഷം പോലെ ഇരിക്കും. അടുത്തൊരു കാര്യം കൂടെ ഉണ്ട് അവിടെ. എന്താ? അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആര് ചെയ്യുന്നതൊക്കെ? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവനാ ഭാഗ്യവാൻ. അവന്റെ പ്രവൃത്തിയാ ദൈവം അനുഗ്രഹിക്കുന്നത്, അവന്റെ തലമുറയാ ദൈവം അനുഗ്രഹിക്കുന്നത്, അവന്റെ കുടുംബമാ നന്മ പ്രാപിക്കുന്നത്. ഈ ബോധ്യമുണ്ടാകും. നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം കുടുംബങ്ങളുടെ അനുഗ്രഹത്തെ കുറിച്ച്. ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ അല്പസമയം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത്, എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴിയെന്ന് ഇന്ന് ഞാൻ കാണുന്ന ഈ ആധുനിക തലമുറയിൽ, ആധുനിക കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിൽ ഞാൻ പറയുന്നു, സാമ്പത്തിക തകർച്ചയൊന്നുമല്ല, രോഗപീഠകളുമല്ല. ഇതെല്ലാത്തിനും ചികിത്സയൊക്കെ ഉണ്ട്. രോഗപീഠകളുമല്ല, പിന്നെ കുടുംബങ്ങളുടെ തകർച്ചയാണ്. കുടുംബങ്ങൾ തകർന്നു. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ക്രൈസ്തവ ഗോളങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സാത്താൻ നുഴഞ്ഞു കയറി, പിശാച് നുഴഞ്ഞു കയറി അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, നിസ്സാര സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, വസ്തു തർക്കത്തിന്റെ പേരിൽ, വെറും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തകർന്നുകൊണ്ടിരിക്കുക. പിശാച് നുഴഞ്ഞു കയറി കുടുംബങ്ങളെ നമ്മളാരും ബോധപൂർവം ചെയ്യുന്ന ഒന്നല്ല. ഇത് പിശാചിന്റെ കെണിയ, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ പിശാച് അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുക. കാരണം പിശാചിനറിയാം ഈ ലോകത്തിന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞത് കുടുംബങ്ങളെ ആശ്രയിച്ചാണ്. സഭയുടെ നിലനിൽപ്പ് കുടുംബങ്ങളെ ആശ്രയിച്ചാണ്. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ കുടുംബങ്ങളെ ഇത് പിശാചിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് പിശാച് അനേക കുടുംബങ്ങളിൽ കടന്നു കയറി, നുഴഞ്ഞു കയറി കുടുംബങ്ങളെ
തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരു സങ്കീർത്തനം ഒന്ന് വായിക്കാം. 118 സങ്കീർത്തനം, 118 സങ്കീർത്തനം, അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 118:15. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരം മീൻസ് ഭവനങ്ങളിലുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉയരേണ്ടത് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷങ്ങളാണ് ഉയരുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രിയമുള്ളവര് കലഹത്തിന്റെ ഘോഷങ്ങളല്ല, വെറുപ്പിന്റെയും പിറുവെറുപ്പിന്റെയും മാത്സര്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഘോഷങ്ങളല്ല നമ്മുടെ കുടുംബങ്ങളിൽ ഉയരേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ ഘോഷങ്ങൾ ഉയരണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ ഘോഷങ്ങൾ ഉയരണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആനന്ദത്തിന്റെ ഘോഷം ഉയരണം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷങ്ങളാണ് ഉയർന്നത്, അതോ എപ്പോഴും പിറുപിറുപ്പും വഴക്കും മത്സര്യവും വഴക്കും വിദ്വേഷവും വെറുപ്പുമാണോ? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 34-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 34-ാമത്തെ വാക്യം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ആ വീടടങ്കം എന്ത് ചെയ്തു? ആനന്ദിച്ചു. ശ്രദ്ധിച്ച് ഇങ്ങോട്ട് എന്നെ ശ്രദ്ധിച്ച്. അപ്പോസ്തല പ്രവൃത്തികൾ നടപടി പുസ്തകം 16-ാം അധ്യായത്തിൽ 34-ാം വാക്യം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീടടങ്കം ആനന്ദിച്ചു. നമുക്കറിയാം ആ സംഭവം ആരെക്കുറിച്ചായി പറയുന്നത്. ഈ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കി. ചുരുക്കി അങ്ങ് പറഞ്ഞു പോവുക. ആ കാരാഗ്രഹത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നു. അവർ ദൈവത്തെ പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവർ പ്രാർത്ഥിച്ചും പാട്ടുപാടിയും ആ കാരാഗ്രഹത്തിൽ അങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകാതെ തുടങ്ങി. ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം തുറന്നുപോയി. അപ്പൊ കാരാഗ്രഹ പ്രമാണി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അവനൊരു വിജാതീയനാണ്. ആ കാരാഗ്രഹ പ്രമാണി ഇത് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. അവൻ വിചാരിച്ച് എല്ലാവരും രക്ഷപ്പെട്ടു. അവരതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ കാര്യം പോക്കാന്ന് വിചാരിച്ച് അവൻ തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചു. അവന്റെ കയ്യിലുള്ള വാളെടുത്ത്, നമുക്കറിയാം, ഇങ്ങനെ വാളെടുത്ത് കൊല്ലാൻ ഭാവിച്ചപ്പോൾ പൗലോസ് വിളിച്ചു പറയും, സഹോദര ചെയ്യരുത്, ഞങ്ങളിവിടെ തന്നെയുണ്ട്, ചെയ്യരുത്. ഈ സമയത്ത് അവൻ വെട്ടം ചോദിച്ചു. അവൻ ചാടി അകത്ത് കയറിയിട്ട് പൗലോസിനോടൊരു ചോദ്യം ചോദിച്ചു. അല്ലയോ യജമാനന്മാരെ, നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷ, അച്ഛനാവാക്കുമെന്ന് ഞാൻ അതുകൊണ്ട് അത് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷ എനിക്കൊന്ന് അനുഭവിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചോ നിങ്ങൾ? അവൻ ചോദിക്കുക. പൗലോസിന്റെ ജീവിതം അല്ലെങ്കിൽ പൗലോസിന്റെ കാരാഗ്രഹത്തിൽ പെടുന്ന വിശ്വാസം കണ്ട്, ആ തീഷ്ണത കണ്ട്, ദൈവത്തോടുള്ള അവന്റെ ഭക്തി കണ്ട്, ആ ദൈവത്തോടുള്ള അവന്റെ ആരാധന കണ്ട്, ആ പ്രയാസത്തിന്റെയും വേദനയുടെയും ചങ്ങലയുടെയും നടുവിൽ അവന്റെ വിശ്വാസ ധൈര്യം കണ്ട്, അവിടെ ഉണ്ടായ അത്ഭുതം കണ്ട് കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ചോദിച്ചു, പൗലോസേ, അല്ലയോ യജമാനന്മാരെ, നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷ അനുഭവിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടാക്കുക. അന്ന് രാത്രിയിൽ തന്നെ അവൻ മാനസാന്തരപ്പെട്ടെന്നുള്ള ഈ ഒരു സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ മാനസാന്തരപ്പെട്ടു. അവനെ പൗലോസിനെയും ശീലാസിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിൽ പോയി. അവന്റെ കുടുംബം ഒന്നടങ്കം സ്നാനം സ്വീകരിച്ചു. ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചു നോക്കാം. അവിടെയൊക്കെ അവന്റെ കുടുംബം ഒന്നടങ്കം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അവൻ മാമോദീസ സ്നാനപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദൈവപൈതലേ, നീയും ഇതുപോലെ രക്ഷിക്കപ്പെട്ടതല്ലേ? ഈ മാമോദീസ തൊട്ടിയിലൂടെ നീയും രക്ഷിക്കപ്പെട്ടതല്ലേ? ആണോ? അത് നമ്മളെയൊക്കെ ചെയ്യാനും നമ്മളൊന്നും രക്ഷിക്കപ്പെട്ടില്ലെന്ന്. നമ്മളൊക്കെ അച്ഛൻ അവസാനം ആശീർവാദം നടക്കും. വിശുദ്ധ മുദ്രയിടപ്പെട്ടവരെ യേശു
പരിശുദ്ധ മാമോദിസയുടെ റൂസ്മേൽ മുദ്രയിടപ്പെട്ടവരെ എന്നാ പറഞ്ഞ ആശീർവാദം പറയുന്ന അതിന്റെ അർത്ഥം നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ആ രക്ഷയുടെ അനുഭവത്തിലാണോ നീ ജീവിക്കുന്നത്? യേശുക്രിസ്തുവിനോട് അച്ഛൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിനുള്ള ദൈവം നിനക്ക് രക്ഷയുണ്ട്. ആ രക്ഷയുടെ ആനന്ദം നീ അനുഭവിക്കുന്നുണ്ടോ? അതോ നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും പിറുപിറുപ്പും വഴക്കും വയ്യാവേലിയും എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാത്സര്യവും സൗന്ദര്യപ്പിണക്കവും ആണോ നമ്മുടെ കുടുംബങ്ങളിൽ? ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ വിഷയം അതാ, ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ അതാ പറഞ്ഞത്, അവൻ കുടുംബം ഒന്നടങ്കം. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ആ പൗലോസിനെയും ശീലാസിനെയും വീട്ടിൽ കൊണ്ടുപോയി അവരുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി എല്ലാം കഴിച്ച് അവർ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ആ കുടുംബം ഒന്നടങ്കം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ആനന്ദിച്ചു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ദൈവം പൈതൽ മാമോദീസ സ്വീകരിച്ചല്ലേ? രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നതല്ലേ? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ രക്ഷ നമ്മൾ അനുഭവിച്ചവരല്ലേ? ആ ദുഃഖവെള്ളിയും എല്ലാം നമ്മളൊക്കെ ആഘോഷിച്ചതല്ലേ? എന്നിട്ടും എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് നാഴിക വരെ ഈ ഒരു രക്ഷയുടെ ആനന്ദം എന്റെ കുടുംബത്തിൽ, എന്റെ കൂടാരങ്ങളിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തീരുമാനമെടുക്കണം. എന്റെ കുടുംബത്തിൽ ജയത്തിന്റെ ഘോഷമുയരണം. എന്റെ കുടുംബത്തിൽ ആനന്ദത്തിന്റെ ഘോഷമുയരണം. എന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയുടെ, ആ ഒരു ദൈവകൃപയുടെ ആനന്ദം എന്റെ കുടുംബത്തിൽ ഉയരുവാൻ തക്കവണ്ണം നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കണം. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് അനേക കുടുംബങ്ങളിൽ ഇത് സാധിക്കുന്നില്ല. ഒരുപാട് കുടുംബങ്ങളിൽ പിശാച് ബന്ധിച്ച് ഇട്ടിരിക്കുകയാണ്. വസ്തു തർക്കത്തിന്റെ പേരിൽ പറയുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ഉദാഹരണം. അടൂര് പള്ളിയൊന്നും ഞാൻ പറയുന്നു, ഇവിടെ പോയി തിരക്കല്ലേ. അടൂര് ഒരു ദേവാലയത്തില് ഒരു ഉപ്പാപ്പനും മോനും, അപ്പന്റെ അനിയനും മോൻചേട്ടന്റെ മോനും, ഒരു 3 സെന്റ് വസ്തു. ആ 3 സെന്റ് വസ്തുവിൽ എങ്ങനെയോ ഈ ഉപ്പാപ്പന്റെ മോൻ നേരത്തെ തന്നെ മതില് കെട്ടിയവൻ. അപ്പൊ അളന്ന് നോക്കിയപ്പോ ഈ ഉപ്പാപ്പന്റെ ഒരു 3 സെന്റ് കുറവുണ്ട്. അത് അവന്റെ കയ്യിലായി. ഭയങ്കര വഴക്ക. ഉപ്പാപ്പനാണ് സൺഡേ സ്കൂൾ അധ്യാപകൻ, ശുശ്രൂഷക്കാരൻ, അത് ഇത് എല്ലാം. ഞാൻ ഈ പയ്യനെ ഞാൻ പഠിപ്പിച്ചത്. ഞാൻ ഈ മോനോട് പറഞ്ഞു, മോനെ എടാ അത് വിട്ടുകൊടുക്കണം സാറേ, ഞാൻ മതില് കെട്ടിപ്പോയില്ലോ സാറേ എന്തെങ്കിലും. ഞാൻ ഈ ഉപ്പാപ്പനോട് ചെന്ന് പറഞ്ഞു, സാറേ ആ 3 സെന്റ് തന്നെ കൂടി വന്ന ഒരു 45,000 രൂപ. അങ്ങേ അറ്റത്തെ വിലയാണ്, ഞാൻ വഴിയൊന്നുമില്ല, അങ്ങേ അറ്റത്തെ വിലയാണ് ഞാൻ ഈ പറയുന്നത്. 15 × 40 കൊണ്ട് 50,000 രൂപ സാറേ, ഞാനത് അവൻ്റെ നിന്ന് മേടിച്ചു തരാം. ആ മനുഷ്യൻ എടുത്ത് വായി പറഞ്ഞ് ചത്താനും ചെയ്തില്ല സാർ, ഞാൻ ചത്താനും കൊടുക്കില്ല, അവന് കൊടുക്കില്ല. ഞാൻ പറഞ്ഞ് ചാവപ്പെടില്ല സാർ, അത് അന്നേരം. പക്ഷെ ഞാൻ പറഞ്ഞത് നിസ്സാര കാര്യങ്ങളെ പ്രതി, വസ്തു തർക്കത്തിന്റെ പേരിൽ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ കലഹിച്ച് നരകിച്ച് പിശാചിന്റെ അടിമത്തത്തിൽ നരകിച്ച് നമ്മുടെ കുടുംബങ്ങൾ, പല കുടുംബങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക ഡൈവോഴ്സ് കേസുകൾ, ബന്ധങ്ങൾ അറ്റുപോകുന്നു, പരസ്പരം സ്നേഹിക്കുവാൻ പറ്റുന്നില്ല. അനേകം, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, അടൂര് ഒരു പള്ളിയിൽ 475 അംഗങ്ങൾ കാണും. ആ പള്ളിയിൽ ആ വികാരി അച്ഛൻ, അതും എന്റെ വിദ്യാർത്ഥിയാണ്. ആ വികാരി അച്ഛൻ ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത് പറയുന്നുണ്ട്, സാറേ എന്താ സാറേ, കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റാറ്റ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഏകദേശം 35-40 ഡൈവേഴ്സ് കേസുകളാണ്. I am not joking in the front of the matter. ഈ മദ്ബഹയുടെ മുമ്പിൽ ഒരു അക്ഷരം കള്ളം പറയുകയല്ല കേട്ടോ. ഈ പരിശുദ്ധ മദ്ബഹയുടെ മുമ്പിൽ നിന്ന് 35-40 ഡൈവേഴ്സ് കേസുകൾ കഴിഞ്ഞ ഒരു 7-8 വർഷത്തിനകത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഡൈവേഴ്സുകൾ നടക്കുക, അനേക ഡൈവേഴ്സുകൾ. പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല, പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല, പരസ്പരം കീഴ്പ്പെടാൻ പറ്റുന്നില്ല, സഹോദരങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ല, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അറ്റുപോയിരിക്കുന്നു. അനേക മാതാപിതാക്കൾ എൻ്റെ ക്യാബിനിൽ വന്നിന്ന് കാറ് വിളിച്ച് കരഞ്ഞു പറയാറുണ്ട്, ഇട്ട് സാറേ ഇങ്ങനെ ഒരുത്തൻ എനിക്ക് ജനിക്കണ്ടായിരുന്നു സാർ. എൻ്റെ ക്യാബിനിൽ വന്ന്, എൻ്റെ പ്രിൻസിപ്പലിന്റെ ക്യാബിനിൽ വന്ന് നിലവിളിച്ച് കാറ് വിളിച്ച് എൻ്റെ അമ്മമാര് എൻ്റെ അടുത്ത് വേണ്ട ഒറ്റ ചെറുക്കനാ പറയുന്നതാണ്, വിട്ട് സാറേ ഇങ്ങനെ ഒരുത്തൻ എനിക്ക് വേണ്ടായിരുന്നു സാർ, എന്തിനാ ഇങ്ങനെ ഒരുത്തനെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സഹോദരൻ തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാം ഇന്ന്
അനുസ്യൂതം നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവർ, ഇത് യാദൃച്ഛികമൊന്നുമല്ല. ഞാൻ പെട്ടെന്ന് പൊക്കോട്ടെ, സമയമില്ലാത്തതുകൊണ്ട്. ഇത് യാദൃച്ഛികമൊന്നുമല്ല കേട്ടോ. ഇത് പിശാചിന്റെ കെണിയാണ്. കാരണം പിശാചിനറിയാം ഇനി അധിക നാളുകളില്ല, സമയം ചുരുക്കമാണെന്ന് പിശാചിനറിയാം. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം വേഗമെടുക്കുക. അതൊക്കെ എടുക്കാൻ എളുപ്പമില്ല. അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അതിന്റെ 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ചേ. വെളിപാട് 12-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. പിശാച് അവിടെ പോലെ പിശാച് തനിക്ക് ഈ മോക്ക് സൗണ്ട് പോലെ സാരമില്ല, വേറെ ആരെങ്കിലും വായിച്ചേ. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂവെന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. കണ്ടോ? പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂവെന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം പിശാചിനറിയാം ഇനി അധിക സമയമില്ല. എന്തിനധിക സമയമില്ല? നിങ്ങൾ എന്താ സാറ് പറയുന്നത്? എന്തിനധിക സമയമില്ല? ഞാനങ്ങ് പറയാം, ആത്മാവിൽ പറയാം, ഈ ലോകം അവസാനിക്കാൻ ഇനി അധിക സമയമൊന്നുമില്ല. കാലം അതിന് നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ കൊള്ളാം. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും, ഈ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. ഈ കാലം അതിന്റെ അന്ത്യത്തിൽ വളരെ കൃത്യമായി ഭൗതിക ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റീഫൻ വില്യം ഹോക്കിൻസ്, ആളിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കൈവക്കാം. എന്നാൽ ഇന്ന് പോയി ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കാം. സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് 2010 പേര് കുറിച്ചിട്ട് നോക്കിക്കോണം, വീട്ടിൽ പോയി ഗൂഗിളിൽ നോക്കിക്കോണം. സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് 2018 അദ്ദേഹം മരിക്കുന്നത്. ഇത് പറഞ്ഞിരുന്ന ഞാനിങ്ങനെ 2018 അദ്ദേഹം മരിക്കുന്നത്. ഈ ശാസ്ത്രജ്ഞന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിന് മുകളിലോട്ടേ ഉള്ളൂ സെൻസർ, കഴുത്തിന് മേളിലോട്ടേ ഉള്ളൂ സെൻസ്. എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിലോട്ടേ ഉള്ളൂ ജീവൻ, ബാക്കിയുള്ളതെല്ലാം തളർന്നു പോയതാണ്. ഒരു ചലനവും ഇല്ല. കഴുത്തിന് അരക്കല്ല, കഴുത്തിന് താഴോട്ടില്ല. ഈ മനുഷ്യൻ മരിക്കുന്ന ഒരു വർഷം 2018 ഒരു വലിയ പ്രവചനം നടത്തിയിട്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മനുഷ്യന് ഭാഗ്യമുണ്ടെങ്കിൽ, ഈ ലോകത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ 100 വർഷം കൂടി മാത്രമേ ഈ ലോകം നിലനിർത്തിയുള്ളൂ. 100 വർഷം കൂടി മാത്രമേ ഈ ലോകം നിലനിർത്തിയുള്ളൂ അദ്ദേഹം പറഞ്ഞു. ഇന്ന് നാസ പോലെയുള്ള ഭൗമശാസ്ത്രജ്ഞന്റെ വലിയ ഗവേഷണം നടത്തുന്നവർ പോലും ഇന്ന് വെളിപ്പെടുത്തുന്നു, ഈ ലോകത്തിന് ഇനി അധിക നാളില്ല. അതുകൊണ്ട് ഒരു കാര്യം ദൈവമായി, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഇട്ടിമറീസിൽ എന്നെ കുറെ പറഞ്ഞിട്ട് പോകാനല്ല. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ കാലം അവസാനിക്കാൻ പോകുന്നുവെങ്കിൽ വേണ്ട, എപ്പോഴെങ്കിലും അവസാനിച്ചോട്ടെ. എപ്പോഴാണ് നമുക്കറിയില്ല, ആർക്കും അറിയില്ല. ദൈവത്തിനല്ലാണ്ട് ആർക്കും മനുഷ്യപുത്രന് പോലും അറിയില്ല. പോട്ടെ, അതോടെ നിൽക്കട്ടെ. അവര് പ്രവചിച്ചത് ഞാൻ ശാസ്ത്രം പറഞ്ഞതേ ഉള്ളൂ. ഞാനും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവമായി ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? എന്തിനാ പിന്നെ ജീവിക്കുന്നത്? നമ്മളെന്തിനാ പിന്നെ ജീവിക്കുന്നത്? കുറെ തിന്നും കുടിച്ചും മതിച്ചും പോവാൻ, തീറ്റി കൂടി എന്നല്ലാണ്ട് വേറെ വല്ലതും നടക്കുന്നുണ്ടോ? എന്റെ ആത്മാവിൽ, അച്ഛൻ പറഞ്ഞതുപോലെ, നിന്റെ ആത്മാവിൽ നീ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ആത്മാവിന്റെ രക്ഷ നീ അനുഭവിക്കുന്നുണ്ടോ? ഒരു കൃപയുടെ അനുഭവം നിന്റെ കുടുംബത്തിലുണ്ടോ? ഒരു കൃപയുടെ ആനന്ദം, ദൈവകൃപയുടെ ഒരു ആനന്ദം നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ വ്യാപരിക്കുന്നുണ്ടോ? നമ്മുടെ മുറികളിൽ വ്യാപരിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ ഇടങ്ങളിൽ, ഞാൻ വ്യാപരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ? ആ ദൈവകൃപ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ഒരു സന്തോഷത്തിന്റെ, ഉല്ലാസത്തിന്റെ, ആനന്ദത്തിന്റെ, പരിശുദ്ധാത്മാവിനുള്ള നിറവിന്റെ, ഒരു കൃപയുടെ സാന്നിധ്യം, ഒരു സാൽവേഷൻ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ അനുഭവിക്കണം നമ്മൾ, പ്രിയമുള്ളവരെ. അതുകൊണ്ട് പിശാചിനറിയാം അല്പസമയമുള്ളൂ എന്ന് വിചാരിച്ച് അവന്റെ മഹാക്രോധത്തോടെ ശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. കുടുംബങ്ങളെ തകർക്കുവാൻ, കുടുംബങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പിശാച് പ്രവർത്തിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ പ്രിയമുള്ളവരെ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്ത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ, ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ട് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് താമസം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന അവിടെ എഴുതിയിരിക്കുന്നു. എന്തായാലും സംഭവിക്കുന്നത് അറിയാമോ? ലോകത്തിൽ അധർമ്മം പെരുകുന്നു. അധർമ്മം ശരിയല്ലേ വാക്യം? ആണോ? ഹലോ, ആരെങ്കിലും പറ. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാലേ എനിക്കങ്ങനെ ഈ സാറ് ഞാൻ പഠിപ്പിക്കും ചുമ്മാ ഇരുന്ന എനിക്കങ്ങ് ദേഷ്യമാണ് മിണ്ടാലോ.
ഇവിടെ ദേഷ്യപ്പെടാൻ ഒക്കത്തില്ല, എന്നെക്കാട്ടി മൂത്തവരൊക്കെയുണ്ട്. ആ വായിച്ച എന്താ പറഞ്ഞിരിക്കുന്നത്? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത, അധർമ്മം പെരുകുന്നു എന്ന് പറഞ്ഞാൽ പാപം പെരുകുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? സ്നേഹമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല. മാതാപിതാക്കൾക്ക് മക്കളോടും സ്നേഹമില്ല, മക്കൾക്ക് മാതാപിതാക്കളോടും സ്നേഹമില്ല. ഇവിടെ പത്രത്തിൽ വായിച്ചു, അമ്മച്ചിയെ, ഒരു പാവപ്പെട്ട അമ്മച്ചിയെ കസേരയോട് എടുത്ത് അടിച്ചു കൊടുത്തത്. കസേരയോട് കേട്ടത്. അവന് ക്രിസ്ത്യാനിയ, അവന് മാമോദിസ സ്വീകരിച്ചവൻ, അവന് കുരിശ് കുർബാന അനുഭവിക്കുന്നവൻ. നിങ്ങൾ ചിരിക്കുന്നു. കസേരയോട് എടുത്ത് അടിച്ചു ഒരു പാവപ്പെട്ട തള്ളയെ. ഈ ഇടവകയിൽ തന്നെ ഡോക്ടർ ബിജു സാറുണ്ടോ ഇവിടെ? ഇല്ല സാർ, ഇന്ന് കാണുന്നില്ലെന്ന് പറഞ്ഞോളൂ. സാർ ഒരു ഉദാഹരണം കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥന യോഗത്തിന് പറഞ്ഞു. ഒരമ്മ ഒരു പെറ്റ തള്ളയെ കൊണ്ട് എവിടെയോ കൊണ്ട് ആക്കിയിട്ട്, അത് എന്തുവാ അസുഖം എന്താ വഴി കിടന്നാന്ന് ഏതാണ്ട് പറഞ്ഞ് അവിടെ ആക്കിയിട്ട് ആ പെങ്കൊച്ചു വീടിന്റെ വീട്ടിൽ പോയിട്ട് ചോദിച്ചപ്പോഴാണ് സ്വന്തം തള്ളയ. അധർമ്മം പെരുകുന്നു, അധർമ്മം പെരുകുന്നു. അധർമ്മം പെരുകുന്നത് കാരണം എന്ത് പറ്റുന്നു? സ്നേഹം തണുത്തു പോകുന്നു. സ്നേഹമില്ല, ആർക്കും സ്നേഹിക്കുവാൻ പറ്റുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ച്, ആർക്കും സ്നേഹിക്കുവാൻ പറ്റുന്നില്ല, ആർക്കും പരസ്പരം അംഗീകരിക്കുവാനും പറ്റുന്നില്ല. ഇത് പിശാചിന്റെ വലിയൊരു കെണിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഒരു റിഥമുണ്ടെന്നേ, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളുടെ കുടുംബത്തിന് താളമുണ്ടെന്നേ, ഒരു റിഥമുണ്ടെന്നേ, ഒരു പാറ്റേൺ ഉണ്ടെന്നേ. ആ പാറ്റേണിൽ നമ്മൾ ജീവിക്കണം. ആ റിഥം ഇപ്പോൾ ഇവിടെ പാട്ട് പാടുന്നു. അവിടെ ഒരു റിഥം ഇട്ടിട്ടുള്ളത്, ഒരു താളം ഇട്ടിട്ടുള്ളത്. ആ താളത്തിനായി കുഞ്ഞുങ്ങൾ പാടുന്നത്. ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഓ, ഇത് താളം തെറ്റിച്ച് എന്തോ പാടുന്നത് പിള്ളേർ. താളം ഒരു വഴിക്ക്, പിള്ളേർ ഒരു വഴിക്ക്. നമ്മൾ പറയത്തില്ലേ? ഇത് തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇതുപോലൊരു താളം, റിഥമുണ്ടെന്നേ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു പാറ്റേൺ ഉണ്ടെന്നേ. ആ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബനെയും നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ തകർന്നു പോകാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ല, അല്ല. നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ നരകിച്ച് നരകിച്ച് താറുമാറായി പോകാനാണോ സ്വർഗം ആഗ്രഹിക്കുന്നത്? അല്ല. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി മാറണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ, വേഗം അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 23-ാം അധ്യായം എടുത്ത് 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മളെ ഇൻവെർട്ടർ കോമയിൽ വായിച്ചേ. ആരെങ്കിലും ഒരാൾ വായിച്ചേ പ്ലീസ്, പെട്ടെന്ന്. ഭൂമിയിലെ സകല വംശങ്ങളും. അപ്പോസ്തല പ്രവൃത്തികൾ 3 എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തോളെ. വേദോത്സവം ഇല്ലാരും കേട്ടോണ്ടിരിക്കുക, അത്രയും. പുരുഷന്മാർക്ക് പിന്നെ ഒരു ഇതുണ്ട്, ഇത് നമുക്ക് അലർജിയാണ്. നമ്മളിത് കണ്ടിട്ട് പോലും പോട്ടെ. വായിച്ച് 3:25. ഭൂമിയിലെ, ശ്രദ്ധിച്ച്, ഭൂമി നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് വായിക്കുന്നത് കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിനോട് പറഞ്ഞത്, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. പിന്നെ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെ മക്കൾ നിങ്ങൾ തന്നെ, ഞാനും നിങ്ങളുമാണ്. അപ്പൊ അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തമാണ്, അബ്രഹാമിന് കൊടുത്തൊരു അനുഗ്രഹമാണ്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവട. ആ വാഗ്ദത്തം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അബ്രഹാമിന്റെ സന്തതികളായ നമുക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്നും ഈ ഇരിക്കുന്ന നമ്മുടെ തലമുറകൾ അനുഗ്രഹത്തിന്റെ തലമുറകളായി മാറണമെന്നാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്, സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാം വാക്യം ഇങ്ങനെയാണ്. അനന്തരം അവൻ അവരെ ബഥാന്യ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കണ്ടോ? അനന്തരം അവൻ അവരെ ബഥാന്യ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കണ്ടോ? നമ്മുടെ ദൈവം എപ്പോഴും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്, ഹഗായി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും.
ഇന്നു മുതൽ ഹഗായി 2:19 പറയുകയാണ്, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരി വള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒരുമരവും കായ്ക്കുന്നില്ലയോ, ഇന്നു മുതൽ ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ കുടുംബത്തിൽ പ്രയാസമാണോ, നിന്റെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ, നിന്റെ കുടുംബത്തിൽ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടോ? പക്ഷെ ദൈവം നിന്നോട് ഈ വർഷം, ഈ 2026 സ്വർഗത്തിലെ ദൈവം നിനക്കൊരു വാഗ്ദത്തം തരിക. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ പദ്ധതി ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ളതാണ്. ഇനി വിഷയം 4 പോയിന്റ് അവർ പറയാൻ പോകുന്നു. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ എന്താ വഴി? ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധ വിടരുത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം എന്നാണ് ദൈവത്തിന്റെ പദ്ധതി. ഈ ഇരിക്കുന്ന തലമുറകൾ പരിശുദ്ധാത്മാവിന്റെ തലമുറകളായി വളരണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ തകർച്ച എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അനേക കുടുംബങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നു, പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് മോചനം പ്രാപിച്ച, ആ പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിച്ച നമുക്ക് എങ്ങനെ അനുഗ്രഹത്തിലേക്ക് വരാൻ കഴിയും? നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് എങ്ങനെ അനുഗ്രഹമാക്കി തീർക്കാൻ കഴിയും? ഒന്നാമത്തെ അനുഗ്രഹിക്കാനുള്ള വഴി, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ഉണ്ടാകണം. നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താണ്? നമ്മുടെ കുടുംബങ്ങളിൽ ആരുണ്ടാകണം? കർത്താവ് ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിനെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന, അവനെ ദുഃഖിപ്പിക്കുന്ന, അവന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും നിന്റെ കുടുംബത്തിൽ ഉണ്ടാകരുത്. ശ്രദ്ധിച്ച്, നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന, നമ്മുടെ കർത്താവിന് യോജിക്കാത്ത, നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും, സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവമായ കർത്താവ് ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കണം കേട്ടോ. നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കണം. ദൈവ സാന്നിധ്യമുള്ളവരെ സെൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹലോ, ശ്രദ്ധിച്ചേ. ദൈവ സാന്നിധ്യമുള്ള കുടുംബം കാണുമ്പോൾ അറിയാം നമുക്ക്. ആ കുടുംബത്തെ കാലുകുത്തുമ്പോൾ മനസ്സിൽ സെൻസ് ചെയ്യാൻ പറ്റും. ഞാൻ സെൻസ് ചെയ്യാറുണ്ട്. ഞാൻ വലിയ പുള്ളിയാണെന്നല്ല പറഞ്ഞത്. ദൈവ സാന്നിധ്യമുള്ള ഭവനങ്ങളും ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഭവനങ്ങളും നമുക്ക് കൃത്യമായി സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്കും തന്നെ തിരിച്ചറിയാൻ പറ്റും. ദൈവ സാന്നിധ്യം നമ്മളൊരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു ആനന്ദം, എന്തെന്നില്ലാത്തൊരു പീസ്, സമാധാനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ആ കുടുംബത്തിൽ ആരുണ്ട്? കർത്താവ്. ചില കുടുംബങ്ങൾ നമ്മൾ കാല് എത്തുമ്പോൾ തന്നെ നമ്മളെ നിർത്തിയിട്ടുണ്ട്. ശരിയാണോ? ചില കുടുംബങ്ങൾ നമ്മൾ കാല് കുത്തുമ്പോൾ തന്നെ നമ്മളല്ലാതെ അസ്വസ്ഥരാകാത്തോ, വല്ലാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഒരു ഇറിറ്റേഷൻ, ഒരു വല്ലായ്മ നമുക്ക് അനുഭവപ്പെടാത്തോ. അതിൻ്റെ അർത്ഥം അവിടെ ദൈവ സാന്നിധ്യമില്ല. ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം, സമയമില്ല, പെട്ടെന്ന് പറയാം. അച്ഛൻ എനിക്കൊരു 10 മിനിറ്റ് കൊടുത്തില്ല. ഒരു 8:15 വരെ. ഓക്കെ, 8 മണിക്ക് നോട്ടീസ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഭവനം, നിങ്ങളെ ഇത് പേടിപ്പിക്കാനൊന്നല്ല ഡിസാർ പറയുന്നത് കേട്ടോ, പേടിപ്പിക്കാനൊന്നല്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പ്രിയമുള്ളവരെ, നമ്മൾ ഉറപ്പാക്കണം, എൻ്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ? തിരിച്ചറിയണം നമ്മൾ. ഞാൻ ചുരുക്കം പറയട്ടെ. പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭവനം, ഞങ്ങൾ 7 പേര് പ്രാർത്ഥിക്കാനായിട്ട് പോയത്. അന്ന് ഞാൻ വരുന്ന കോളേജിലെ ഒരു ടീച്ചർ പറഞ്ഞ് പോയതാണ്. ഒരു ടീച്ചർ പറഞ്ഞ് ഇന്ന വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, ആ വീട്ടിൽ വല്ലാത്ത അവസ്ഥയാണ് സാറേ, ഒന്ന് പോയി പ്രാർത്ഥിക്കണം. ഞങ്ങളൊരു 7 പേര് പോവുക. ആ വീട്ടിലങ്ങോട്ട് കാറിൽ നിറങ്ങി ആ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ എന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, സാറേ കേറണോ? എനിക്ക് വല്ലാത്ത തോന്നുന്നു സാർ, എനിക്കൊരു വല്ലായ്മ തോന്നുന്നു. കേരള സാർ, പ്രാർത്ഥിക്കണം സാറേ, നമുക്ക് തിരിച്ചു പോയാലല്ല. ഞാൻ പറഞ്ഞു, ഇത്രയും ദൂരം വന്നിട്ട് ആ ടീച്ചറിനോട് നമ്മൾ എന്താ പറയുക? ടീച്ചർ അവിടെ വന്നിരിക്കൊണ്ട് ലീവ് എടുത്തു എന്ത് പറയും?
അന്നാലും സാറേ എനിക്ക് അങ്ങോട്ട് ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു, വേണ്ട വേണ്ട കയറണ്ട. ഏതായാലും ചുരുക്കി പറയാൻ ഞാൻ പറയാം പ്രിയമുള്ളവരെ, ഏതായാലും ആ ഭവനത്തിൽ കയറി അവിടെ വരെ ചെന്നാൽ ഇദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതെ കയറുക. നമ്മൾ ബുദ്ധിയില്ല, ഇവിടെ വരെ വന്നിട്ട് എങ്ങനെയാ പോന്നെ, ആ ടീച്ചറെന്തോ വിചാരിക്കും എന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു അപ്പച്ചൻ അവിടെ ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറി ആയിട്ട് വലിയ ഉദ്യോഗ തലത്തിൽ റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനോട് ഇരിപ്പുണ്ട്, ഒരു ചാരികസേ. അദ്ദേഹത്തിന് ഈ കയറി വന്നവരെ ഒന്ന് ആദരിക്കണമെന്നൊന്നുമില്ല, അത് വേണ്ട, പൊക്കോട്ടെ, അതൊന്നും വേണ്ട, ഞങ്ങളൊക്കെ അത് ചെറുപ്പമാണ്, ഞങ്ങൾ കുമ്പ അവിടെ ചെറുപ്പം ആയിക്കോട്ടെ, അതോടെ അദ്ദേഹം ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറി ആയിട്ടിരുന്ന മനുഷ്യനാണ്, അത് വേണ്ട, പൊക്കോട്ടെ. ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അവിടെ 4 മക്കളാണ്, അവർക്ക് 4 മക്കളാണ്, 3 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടി വിവാഹം കഴിച്ച് അയച്ചു. 3 ആൺമക്കളാണ്. മൂത്ത മകൻ എന്താണെന്നറിയാമോ? മൂത്ത മകൻ ഒരു വലിയ ഭവനമായി, ഉത്തരവും ഇതുപോലുള്ള ഒരു തടിപ്പണിയൊക്കെ ഒരു വീടാണ്. ആ വീടിന്റെ കഴിക്കോലിൽ തന്നെ ഈ ചെറുക്കൻ തൂങ്ങി മരിക്കാൻ, മദ്യപിച്ച് ബോധമില്ലാതെ അപ്പനോട് വഴക്കിട്ട് അവന് ആ ഭവനത്തിന്റെ അവിടെ തന്നെ തൂങ്ങി മരിച്ചു. രണ്ടാമത്തെ ചെറുക്കൻ ഇതുപോലെ തന്നെ രാവിലെ തുടങ്ങിയ മദ്യപാനം, വൈകിട്ട് വരെ മദ്യപാനം, പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടിലെല്ലാം കൂടെ നശിപ്പിക്കാം. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഒരു ദിവസം മദ്യപിച്ച് ബോധം കെട്ട് ബൈക്ക് എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിയല്ല, മുൻപിൽ ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു പ്രൈവറ്റ് ബസ് അവന്റെ മണ്ടയ്ക്കൂടെ കയറി അരഞ്ഞു പോയി ചെറുക്കൻ. രണ്ടാമത്തെ ചെറുക്കൻ. മൂന്നാമത്തെ ചെറുക്കൻ ആ പയ്യൻ, മൂന്നാമത്തെ മകൻ ഞങ്ങൾ ചെല്ലുമ്പോൾ സ്വന്തം നാവ് കടിച്ചു മുറിച്ചിട്ട് അവന്റെ ഭാര്യ ഒരു തോർത്ത് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ചുരുട്ടി അവന്റെ വായിക്കാതെ തിരികെ വെച്ചിരിക്കുക, ഈ ചോര നിൽക്കാൻ, രക്തം നിൽക്കാൻ വേണ്ടി. ഞാൻ പോലും മരവിച്ചു പോയി സംഭവം കണ്ടപ്പോൾ. ഞാൻ ഈ അപ്പനോട് ചോദിച്ചു, അല്ലോ സഹോദര, അപ്പ, അല്ലയോ പിതാവേ, ഇതൊരു ശാപമല്ലേ, ഇതൊരു ശാപഗ്രസ്ത അവസ്ഥയില്ലേ ഇത്? നിങ്ങൾക്ക് 4 ആ പെൺകൊച്ചിന്റെ കാര്യം എന്താ? അതിനേക്കാൾ കഷ്ടമാണ്. 2 കൈക്കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്, ഡൈവോഴ്സ് അല്ല, പിണങ്ങി വന്ന് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്റെ സഹോദര, അപ്പ, പിതാവേ, 4 മക്കളെ ദൈവം നിങ്ങൾക്ക് തന്നിട്ട് ആ 4 മക്കൾ ഒരു നന്മയും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയും ഇത് ശാപഗ്രസ്തമാണ്. അപ്പൊ അദ്ദേഹം പറയാം, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്, ഇതൊക്കെ എല്ലാവർക്കും നാട്ടിലൊക്കെ സംഭവിക്കുന്ന. ഞാൻ പറയാം, ആയിക്കോട്ടെ സാറേ. ഞാനൊരു വചനമെടുത്തു, സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു വചനമെടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നപ്പോൾ കിട്ടിയേ. ഞാൻ ഈ അപ്പനോട് പറഞ്ഞു, ഞാൻ വായിക്കട്ടെ സാറേ, കേൾക്കട്ടെ. ഞാൻ വായിച്ച് കേൾപ്പിച്ചു. ഇങ്ങനെ ആ വാക്യം എഴുതിയിരിക്കുന്നത് കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. അനുസരിച്ചാൽ നീ ഐശ്വര്യം ആസ്വദിക്കും, ഇല്ല എങ്കിൽ നീ വാളിനിരയാണ്. ഈ അപ്പൻ അനുസരിച്ചില്ല, എല്ലാം പോയി, തകർന്നു പോയി. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ചില ഭവനങ്ങൾ ശാപഗ്രസ്ത അവസ്ഥയിലാണ്. മദ്യപാനത്തിന്റെ കൊടിയ ജഡികതയുടെ, പാപത്തിന്റെ, അധർമ്മത്തിന്റെ, മദ്യപാനത്തിന്റെ കൊടിയ അവസ്ഥയിൽ ചില ഭവനങ്ങൾ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക, അഥവാ പിശാചവനെ തകർത്തുകൊണ്ടിരിക്കുക. നമ്മളൊന്നും ഇതൊന്നും അറിയുന്നു, നമ്മളിങ്ങനെ ഓട്ടോ, അതെല്ലാവരും ചെയ്യുന്ന, ഇതാരാ ചെയ്യാതെ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവഭയമുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ദൈവ സാന്നിധ്യമുള്ള ഭവനത്തെയും ദൈവ സാന്നിധ്യമില്ലാത്ത ഭവനങ്ങളെയും നമുക്ക് വളരെ കൃത്യമായി സെൻസ് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ, ഞാൻ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിനെ കൂടെ നിർത്തണം. കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഉറപ്പാക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞാൻ പറയും ആ കുടുംബം നരകതുല്യമാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാത്ത കുടുംബങ്ങൾ നരകതുല്യമാണ്. നിന്റെ വീട്ടിൽ ചിലപ്പോൾ വലിയ ഫർണിച്ചറൊക്കെ ഉണ്ട്, ശരിയാണെന്നേ. നിന്റെ വീട്ടിൽ ചിലപ്പോൾ 500 രൂപ സ്ക്വയർ ഫുട്ടിന് വരെയുള്ള വെർട്ടിഫൈഡ് ടൈല നീ ഇട്ടിരിക്കുന്നത്, അതും ശരിയാണെന്നേ. നിനക്ക് ഇമ്പം നൽകുന്ന, നിന്റെ കണ്ണിന് ഇമ്പം നൽകുന്ന ഒത്തിരി വസ്തുക്കൾ നിന്റെ ഭവനത്തിലുണ്ടെന്നേ. ഫർണിച്ചറൊക്കെ വലിയ കൂടിയ ഫർണിച്ചറാണെന്നേ. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവ പൈതലെ തിരിച്ചറിയണം. ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിനില്ലെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവ പൈതലെ നരകതുല്യമാ ഭവനം, നരകതുല്യമാണ്. 2 ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം, 2 ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങളൊന്ന് വായിച്ച്. പഴയ നിയമം വായിച്ച് താമസം അന്നേരം കിട്ടി. ഇവിടെ ഈ മോക്ക് കിട്ടിയ അവിടെ കറക്റ്റ് എടുക്കുന്നുണ്ടല്ലോ, വായിച്ച് ഒന്ന് സൗണ്ട് വായിച്ചാൽ എന്താ? യഹോവയുടെ പെട്ടകം. ശ്രദ്ധിച്ച്, ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം അതിന്റെ
6-ാം അധ്യായത്തിന്റെ 11-12 വായിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 11-12 കേട്ടോ. വായിക്കുന്നു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. കണ്ടോ, ഓബേദ്ഏദോമിന്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകം 3 മാസം ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതാ. യഹോവയുടെ പെട്ടകം, വാഗ്ദാന പെട്ടകം ഓബേദ്ഏദോം എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം ഓബേദ്ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിപ്പിക്കുകയാണ്. ദൈവ പൈതലെ, ഓബേദ്ഏദോമിന്റെ വീട്ടിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനുള്ള സകലത്തിനെയും ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. 12-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ്ഏദോമിനെയും അവന്റെ സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടു കൂടി കൊണ്ടുവന്നു എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ദാവീദിന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ദാവീദിന് പിടികിട്ടി. ഓബേദ്ഏദോമിന്റെ വീട്ടിൽ ഈ പെട്ടകം 3 മാസം ഇരുന്നത് കൊണ്ടാണ് ദൈവം അവനെ അനുഗ്രഹിച്ചതെന്ന് ദാവീദിന് മനസ്സിലായി. ഓബേദ്ഏദോമിന്റെ വീട്ടിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവന്റെ കുടുംബത്തെയും അവന്റെ സകലത്തെയും ദൈവം അനുഗ്രഹിച്ചതെന്ന്. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദ് പുറപ്പെട്ടു പോയി ഈ ഓബേദ്ഏദോമിന്റെ വീട്ടിലിരുന്ന ഈ വാഗ്ദാന പേടകം ഇതാ പ്രിയമുള്ളവരെ ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ നന്മ അനുഭവിക്കുവാൻ, ആ അനുഗ്രഹം അനുഭവിക്കുവാൻ പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയമുള്ളവരെ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതോ നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയമുള്ളവരെ ശാപവാക്കുകളും, ശ്രദ്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളിൽ ശാപവാക്കുകളും തെറിവാക്കുകളും വൃത്തികെട്ട വാക്കുകളും അനൈക്യവും പിടിവാശിയും നമ്മുടെ വെറുപ്പും കോപവും വൈരാഗ്യവും ഒക്കെയാണോ നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നത്? തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കോണം നമുക്കിടയാകണം. നമ്മുടെ അപ്പോസ്തലപ്രവൃത്തികൾ 16-15 ലുദിയ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. എടുക്കണ്ട, ഞാൻ പറഞ്ഞു പോകട്ടെ. ലുദിയ എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ട് അപ്പോസ്തലപ്രവൃത്തികൾ 16-15 മുതൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഈ ലുദിയ എന്ന് പറയുന്ന സ്ത്രീ ഒരു വലിയ ഭക്തയായിരുന്നു. അവൾ വലിയ ബിസിനസ്സുകാരിയായിരുന്നു, വലിയ കാശുള്ള വ്യക്തിയായിരുന്നു. അവൾ ഈ പൗലോസിന്റെ ഒക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ മാനസാന്തരപ്പെട്ടു, അവൾ സ്നാനപ്പെട്ടു, അവൾ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് വന്നു. ആ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾ പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, ഞാൻ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്റെ ഭവനത്തിൽ വരണം, നിങ്ങൾ എന്റെ ഭവനത്തിൽ വന്ന് എന്നോടൊപ്പം സന്തോഷിക്കണം. പ്രിയമുള്ളവരെ, പൗലോസിന് മനസ്സിലായി ഈ പെൺകുട്ടി അല്ലെങ്കിൽ ലുദിയ രക്ഷ പ്രാപിച്ച ഒരു കുട്ടിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, രക്ഷയുടെ അനുഭവം, ആ സാൽവേഷൻ എക്സ്പീരിയൻസ് ഈ ലുദിയ അനുഭവിച്ചു എന്ന് പൗലോസിന് മനസ്സിലായപ്പോൾ പൗലോസ് അവളുടെ ക്ഷണം സ്വീകരിച്ച് അവളുടെ വീട്ടിൽ പോയി അവളോടൊപ്പം ആനന്ദിക്കുകയാണ്. ആനന്ദിക്കുകയാണ്. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു സാൽവേഷൻ നമ്മൾ അനുഭവിച്ച ഒരു രക്ഷയുള്ളത് ഉണ്ടോ? ഈ മാമോദീസയോട് നമ്മൾ അനുഭവിച്ച ഒരു രക്ഷ, ആ രക്ഷയുടെ അനുഭവത്തിലാണോ നിന്റെ കുടുംബം? അതോ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വൃത്തികെട്ട വാക്കുകളും തെറി വാക്കുകളും ശാപവാക്കുകളും അനൈക്യത്തിന്റെ വാക്കുകളും പിടിവാശിയും കോപവും വിദ്വേഷവും വെറുപ്പും ഒക്കെയാണോ, പരസ്പരം പിണക്കവും ഒക്കെയാണോ നമ്മുടെ കുടുംബങ്ങളിൽ? ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രിയമുള്ളവരെ കടന്നു വേണം. ഒരു സാൽവേഷൻ, ഈ സാൽവേഷൻ നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇവിടെയാണ് ലുദിയയുടെ കുടുംബം അത് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലേക്ക് ഇതാ പൗലോസ്ലീഹ കടന്നു എന്ന് ആ കുടുംബവുമായിട്ട് ആനന്ദിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളിൽ ആഭാസപ്പാട്ടുകൾ ഉണ്ടാവരുത്. ഈ കാലഘട്ടത്തിന്റെ ചില പ്രത്യേകതകൾ ഞാൻ കാണുന്നതാണ്.
പല ആഭാസ പാട്ടുകളും മ്ലേച്ഛകരമായ വീഡിയോകളും ഇല്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കയറി അതിന് ലൈക്കും കൊടുത്ത് അത് ഫോർവേഡും ചെയ്ത് എന്തുമാത്രം കണ്ട് ആസ്വദിക്കാമോ അതും കണ്ട് ഇതും കണ്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെയും ദൈവമക്കളെ ദൈവ സാന്നിധ്യം അനുഭവിക്കാത്ത കുടുംബങ്ങളായി മാറുന്നു. നമ്മുടെ കുടുംബങ്ങളൊക്കെയും ദൈവ സാന്നിധ്യമില്ലാത്ത കുടുംബങ്ങളായി മാറുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയമുള്ളവരെ ദൈവ സാന്നിധ്യത്തിനും നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ കർത്താവിന് ആ കുഞ്ഞോടെ പൊക്കോട്ടെ. പ്ലീസ് നിങ്ങൾ ദൈവജനത്തിന് മുമ്പിലായിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. പ്ലീസ് കുഞ്ഞോടെ പൊക്കൾ, കൊച്ചു കുഞ്ഞല്ലേ, അത് ഓടിക്കൊണ്ടു സാരമില്ല. നിങ്ങൾ പ്രായമുള്ളവരല്ല, നിങ്ങൾ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കും. ആ കുഞ്ഞോടെ പൊക്കോട്ടെ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചില്ലേ? വചനത്തിന് മുൻപേക്ക് ശ്രദ്ധയോട് കൂടി ഇരിക്കുക, പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. ഇല്ല നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഞാനൊന്നും പറയത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിച്ചു പൈസയും തന്നെ എനിക്ക്. ഞാൻ പൈസക്കല്ല, ഞാൻ തൊഴിലാളിയല്ല. ഒരു പൈസ എനിക്കുണ്ട്. ദൈവം എനിക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ വചനം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബം ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് നിന്ദ്യമായ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നമ്മുടെ ദൈവത്തിന് നിന്ദ്യമായ, നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുവും നിന്റെ വീട്ടിൽ കയറ്റരുത്. മദ്യം നിന്റെ വീട്ടിൽ കയറ്റരുത്. അത് ശാപഗ്രസ്തമാണ്. ആ കുടുംബം ശാപഗ്രസ്തമായി മാറും. മദ്യം നിന്റെ ഭവനത്തിൽ കയറ്റരുത്. ശാപഗ്രസ്തമായ ഒരു വസ്തുവും, എന്റെ ദൈവത്തിന് വെറുപ്പായിരിക്കുന്ന ഒരു വസ്തുവും നിന്റെ ഭവനത്തിൽ പ്രവേശിപ്പിക്കരുത്. ഒരു വാക്യം വായിക്കാമോ? ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 26-ാം വാക്യം. എളുപ്പമായി 7:26. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കാൻ വായിക്കുന്നു. ശ്രദ്ധിച്ചേ നിങ്ങൾ, നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായിട്ടുള്ള ഒരു വസ്തുവും നിന്റെ വീട്ടിൽ കൊണ്ടുവരരുത്. നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരരുത്. എന്താ അത്? നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ എന്നാ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ദൈവത്തിന് അറപ്പായിട്ടുള്ള ഒരു വസ്തു നിന്റെ വീട്ടിൽ കൊണ്ടുവരരുത്. അത് ദൈവത്തിന് അറപ്പാണ്, അത് ശാപഗ്രസ്തമാണ്. അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ നീ ശപിക്കപ്പെടും, നീ ശാപഗ്രസ്തമായി തീരും. നിന്റെ കുടുംബത്തിൽ നിനക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഏത് പെരുന്നാൾ വന്നാലും മദ്യം, മാമോദീസ വന്നാൽ മദ്യം, കല്യാണം നടന്നാൽ മദ്യം, ശവസംസ്കാരം നടന്നാൽ മദ്യം, വീട് കൂതാശ നടത്തിയാലും മദ്യം. സങ്കടം കൊണ്ടായി പറയുന്ന കേട്ടോ, സങ്കടം കൊണ്ട്. ദൈവത്തിന് അറപ്പായിട്ടുള്ള ഒരു വസ്തു നിന്റെ വീട്ടിൽ കയറ്റരുത്. അത് നിനക്ക് അറപ്പായിരിക്കണം. കാരണം അത് ശാപവസ്തുവാ. എന്നെ ഒത്തിരി വേദനിപ്പിച്ച, എന്നെ ഒത്തിരി ദുഃഖിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഒരു മാമോദീസ. ഇത് വെറുതെ ഞാൻ കാര്യം പറയുന്നൊന്നുമല്ല കേട്ടോ. ഈ മദ്ബഹയുടെ മുമ്പിൽ പറയുന്നത്, പേടിപ്പിക്കാനും അല്ല പറയുന്നത്. മാനസാന്തരപ്പെടണം, പാപം ഉപേക്ഷിക്കണം, അധർമ്മം ഉപേക്ഷിക്കണം. നിന്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. നിന്റെ കുടുംബത്തിൽ ദൈവകൃപ വ്യാപരിക്കണം. ആ ദൈവകൃപ വ്യാപരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ നിന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത്. അതാ ബൈബിൾ പറയുന്നത്, വേദപുസ്തകം അതാ പഠിപ്പിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നില്ല. ആ മാമോദീസ, അതിന്റെ മാമോദീസ കഴിഞ്ഞ റിസപ്റ്റ് ഒരു ഹോട്ടലിൽ വെച്ച വൈറ്റ് പോർട്ടിക്കോ എന്ന് പറയും. അടൂരൊരു വലിയ റിസോർട്ട് ഉണ്ട്, ഒരു ഹോട്ടലുണ്ട്, 5 സ്റ്റാർ. കുളിക്കാൻ സ്വിമ്മിംഗ് പൂളുണ്ട്, വേറെ ഒത്തിരി പരിപാടിയുണ്ട്. അവിടെ വെച്ചാണ് എൻ്റെ റിസപ്ഷൻ നടന്നത്. എൻ്റെ ഭാഗ്യദോഷത്തിന് ഞാനും പോയി. കഴിക്കാതെ
അതുകൊണ്ട് പോയത്. ചെന്നപ്പോ കണ്ട കാഴ്ച നിങ്ങൾക്കറിയാമോ? ആ പിള്ള തൊട്ടിൽ, അങ്ങനെ തൊട്ടിക്ക് അവരെ ഹോട്ടലുകാർ കൊടുത്തൊരു തൊട്ടിലുണ്ട്. ആ തൊട്ടിനകത്ത് വെള്ളയൊക്കെ ഇട്ട് ഈ കുഞ്ഞ് ഇന്നസെന്റ് ആയിട്ടൊരു കുഞ്ഞ് കൈയും കാലിട്ട് അടിക്കാതെ. പക്ഷേ താലത്തോട്ടപ്പൻ ഉൾപ്പെടെ അപ്പുറത്ത് മദ്യപിക്കുന്ന. ഞാനത് ചോദിച്ചോട്ടെ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഈ പട്ടക്കാരൻ ആ മാമോദീസായുടെ തൈലമൊഴിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടത്തി ഈ കുഞ്ഞിനെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കുഞ്ഞിനെ നയിച്ച എന്ത് കൃപ ഈ കുഞ്ഞ് പ്രാപിക്കുമെന്ന് പറയുന്നേ? എന്ത് കൃപ ഈ കുഞ്ഞ് പ്രാപിക്കുമെന്ന് പറയുന്നേ? നോ. കാരണം എന്തെന്നറിയാം? നീ ഈ തളത്തൊട്ടപ്പൻ. ആ കുഞ്ഞിലേക്ക് ഒരു ദൈവ നന്മയും വ്യാപരിക്കില്ല. ആ കുഞ്ഞിലേക്ക് ഒരു ദൈവ കൃപയും വ്യാപരിക്കില്ല. ആ കുഞ്ഞിലേക്ക് ഒരു പരിശുദ്ധാത്മാവ് വരില്ല ആര് പ്രാർത്ഥിച്ചാൽ. കാരണം ആ കുഞ്ഞിന് വേണ്ടി ഏറ്റു പറഞ്ഞ തലത്തൊട്ടപ്പനുൾപ്പെടെ മദ്യപിക്കുകയായിരുന്നു. എനിക്കുള്ള ജലഹള്ളി പള്ളിയിൽ എൻ്റെ വൈഫ് ഇരിപ്പുണ്ട്. ഇപ്പോഴും എൻ്റെ വാട്സാപ്പിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്. ബാംഗ്ലൂർ ജലഹള്ളി പള്ളി ധ്യാനിപ്പിക്കാൻ പോയി. ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞ ഈ വിഷയം ഞാൻ അവിടെ എടുത്തു. ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചൻ അച്ഛന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്നെ ഡയറക്റ്റ് ഇട്ടില്ല. അച്ഛന് കൊടുത്തൊരു മെസ്സേജ്, അച്ഛാ ആ സാറ് പറഞ്ഞത് കറക്റ്റാ അച്ഛാ. എനിക്ക് 12 വർഷം കഴിഞ്ഞ അച്ഛ ഒരു കുഞ്ഞിനെ കിട്ടിയത്. ആ 12 വർഷം കഴിഞ്ഞ കുഞ്ഞിനെ കിട്ടിയതിന്റെ മാമോദീസയുടെ അങ്ങനെ തലത്തൊട്ടപ്പൻ ഉൾപ്പെടെ കുടിയായിരുന്നു സാക്ഷ. ഞാൻ ചോദിക്കുന്ന ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്ത് ദൈവകൃപ ഈ കുഞ്ഞിനുണ്ടാകുന്നേ? ഒരു ദൈവകൃപയും കുഞ്ഞിന് വ്യാപരിക്കില്ല. ഈ കുഞ്ഞും അതുപോലെ തന്നെ പോകും. കുറെ കഴിയുമ്പോൾ നമ്മൾ പറയും, എവനെന്താണോ നന്നാവത്തെ, എവനെന്താണോ ശരിയാവത്തെ, എവനെന്താണോ വല്ലവനെ കൂടെ ഒളിച്ചോളിപ്പോയെ, ഇതെന്താണോ ഇങ്ങനെ? നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊന്നും ഇല്ലല്ലോടാ എന്നിടന്നുകൊണ്ട് വായോടിച്ചോണ്ടിരിക്കും. പണ്ട് സംഭവിച്ചത് മുഴുവൻ നിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചത്, ദൈവമക്കളെ, അറപ്പായിട്ടുള്ള ഒരു വസ്തുവും നിന്റെ കുടുംബത്തിൽ കൊണ്ടുവരരുത്. അത് ദൈവത്തിന് അറപ്പാണ്. ദൈവം നിന്നെ വിട്ടുപോകും. ദൈവ സാന്നിധ്യം നിന്നെ, ഞാൻ ചുരുക്കിപ്പെട്ടത് പോകുക. ആവർത്തന പുസ്തകം തന്നെ അപ്പോൾ എടുത്തിരിക്കുന്ന പുസ്തകത്തിന്റെ അതിന്റെ വേറെ വാക്കുകൾ വായിച്ചാൽ 23-ാം അധ്യായം 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ച്, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യയെ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിക്കാൻ നിന്റെ പാളയം എന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. കേട്ടോ? ഹലോ. നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനും നിന്റെ ദൈവമായ യഹോവ നിന്റെ പാളയത്തിന്റെ മധ്യേ, പാളയം എന്ന് പറഞ്ഞാൽ നിന്റെ ഭവനം, നിന്റെ കൂടാരം, നിന്റെ വീടിന്റെ മധ്യേ നടക്കുന്നു അവൻ. നിന്നിൽ വൃത്തികേട് കണ്ടിട്ട്, നിന്നിൽ പാപം കണ്ടിട്ട്, നിന്നിൽ അധർമ്മം കണ്ടിട്ട്, നിന്റെ തോന്നിവാസം കണ്ടിട്ട്, നിന്റെ വൃത്തികെട്ട ജീവിതം കണ്ടിട്ട് അവൻ നിന്നിൽ നകന്നു പോകാതിരിക്കുവാൻ, നിന്റെ പാളയത്തിൽ നകന്നു പോകാതിരിക്കുവാൻ നിന്റെ പാളയത്തെ ശുദ്ധിയോടുകൂടി സൂക്ഷിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വാക്ക് കേട്ടില്ല. എന്താ പിന്നെ മിണ്ടാതെ സ്തുതിയും ഹാലേലൂയായും കർത്താവിനെ ഞാൻ നിർത്തലെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ പറയണ്ടായിരുന്നു. നീ പറഞ്ഞു ഞാനിവിടെ വല്ല കിടക്കിയെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട. യെസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യമുള്ള കുടുംബങ്ങളായി മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിനെ ഉറപ്പാക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം അനുഭവിക്കുവാൻ നമ്മൾ ഇടയാകണം. അതിന് വിരുദ്ധമായിട്ടുള്ള, എന്റെ ദൈവത്തിന് നിശ്ചിതമായിട്ടുള്ള, എന്റെ ദൈവത്തിന് നിന്ദ്യമായിട്ടുള്ള, എന്റെ കർത്താവിനെ വേദനിപ്പിക്കുന്ന, എന്റെ കർത്താവിന് അറപ്പായിട്ടുള്ള ഒരു വസ്തുവും ഒരു വ്യക്തിയും നിന്റെ കുടുംബത്തിൽ പ്രവേശിക്കരുത്. പ്രവേശിച്ചാൽ നിന്റെ അനുഗ്രഹം നഷ്ടപ്പെടും. അനുഗ്രഹം പ്രാപിക്കാൻ ഒന്നാമത്തെ വഴി ഞാൻ അവസാനിപ്പിക്കുന്നു. എന്ത്? ദൈവ സാന്നിധ്യത്തെ, പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ഒന്നാമത്തെ വഴി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഉറപ്പാക്കണം. രണ്ടാമത്തെ വഴി നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ വേഗത്തിൽ ഒന്ന് പോകുന്നു. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവവചനത്തിൽ നമ്മുടെ കുടുംബങ്ങൾ വളരണം. ശ്രദ്ധിച്ചേ, ദൈവവചനത്തിൽ നമ്മുടെ കുടുംബങ്ങൾ വളരണം. ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 119:54. സങ്കീർത്തനം 119:54. 119:54. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ വായിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ
നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. ഞാൻ നമ്മളൊക്കെ ഇവിടെ പരദേശികളാണ്. ഞാൻ പരദേശിയായി പറയുക, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ 119 സങ്കീർത്തനം അതിന്റെ 54 വാക്യമാണ്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന്റെ ആനന്ദം ദൈവവചനമായിരിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം ദൈവവചനമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ വചനമാണ് നിന്നെ പണിയുണ്ട്. ഈ വചനം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകണം. ഈ വചനത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കണം. ദൈവവചനത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ വായിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കാൻ പ്രാപിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ പറഞ്ഞത് മുമ്പോട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. സക്കറിയ എലിസബത്ത് ദമ്പതികൾ കുടുംബമാണ്. അതിങ്ങനെയാണ് ആ വാക്യം പറയുന്നത്: അവൻ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായിരുന്നു എഴുതിയിരിക്കുന്നത്. അതോ അവരിരുവരും, ആരൊക്കെ? ആ കുടുംബത്തിലെ 2 പേർ, അവർക്ക് മക്കളില്ല. അവരിരുവരും, സക്കറിയായും എലിസബത്തും, അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ആ കുടുംബത്തിന്റെ എന്താ ഗുണം കിട്ടിയത്? വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തവർക്ക്. വാർദ്ധക്യത്തിൽ ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു തന്നു. ആ കുഞ്ഞിന്റെ പേര് യോഹന്നാൻ എന്നാ. ആ യോഹന്നാനെ നമുക്ക് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ എവനേക്കാൾ വലിയവനായി ആരും ജനിച്ചിട്ടില്ല. കണ്ടോ? അപ്പോൾ ദൈവവചനത്തെ ആദരിക്കുന്ന, ദൈവവചനത്താൽ പണിയപ്പെടുന്ന കുടുംബങ്ങളെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കുമെന്നർത്ഥം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. ദൈവമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ കീർത്തനം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ ഒരു ആനന്ദം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ വചനത്തിൽ ജീവിക്കണം. ആ കുടുംബങ്ങളെയാണ് പ്രിയമുള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം, അതിൽ 2 മുതൽ ഒന്ന് വായിച്ചപ്പോൾ വേഗത്തിൽ 28-ന്റെ 2 മുതൽ ഒന്ന് വായിച്ച്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നിനക്ക് സിദ്ധിക്കും. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അതനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് സിദ്ധിക്കും. എന്തൊക്കെയാ? പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. ഇരിക്കുന്ന മക്കൾ കേട്ടോ, ഹലോ, ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വചനം നീ അനുസരിച്ചാൽ നിന്റെ ഗർഭഫലം, ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പിന്നെ നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും. നിന്റെ പശുവിന്റെ പേർ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ആടിന്റെ പേർ അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോഴും നീ പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നിന്റെ സകല മേഖലകളിലും ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ദൈവവചനം അനുസരിക്കണം. അപ്പോൾ ദൈവവചനത്താൽ പണിയപ്പെടുന്ന കുടുംബങ്ങളെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അനുഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. രണ്ടാമത്തെ വഴി, നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്താൽ പണിയപ്പെടണം. നമ്മുടെ കുടുംബത്തിന്റെ ആനന്ദം ദൈവവചനത്തിലുള്ള, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ ആനന്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ദൈവവചനത്തിന്റെ ഒരു കീർത്തനം, ഒരു സംഗീതം നമ്മുടെയൊക്കെ ഭവനങ്ങളിലുണ്ടോ? നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ദൈവവചനത്തിന്റെ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോന്നോ? നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എത്ര മാതാപിതാക്കൾ എൻ്റെ അടുത്ത് കരഞ്ഞു വന്ന് പറഞ്ഞോളെ. മുമ്പേ പറഞ്ഞതുപോലെ എത്ര പേരാണെന്ന് അറിയാമോ എൻ്റെ അടുത്ത് നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ചത് എന്നറിയാമോ? ഞാൻ ആ അപ്പനോടും അമ്മയോടും പലപ്പോഴും ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു അപ്പനോട് ഞാൻ ചോദിച്ചു, താൻ മദ്യപിക്കുള്ളൂ? ഞാൻ മദ്യപിക്കും. താൻ പള്ളിയിൽ പോകുന്നുണ്ടോ? ഞാൻ പള്ളിയിൽ പോകുന്നില്ല. താൻ എന്റെ ദൈവവചനം വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറില്ല. പിന്നെ എന്തിനാണോ ഇയാൾ പറയുന്നത് ആ മോൻ ശരിയായില്ലെന്ന്? പിന്നെ മോൻ ശരിയായെന്ന് ഇയാൾ എന്തിനാണ് കണ്ടുകൊണ്ട് കാറിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മോൻ എന്റെ മുമ്പിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ, അതുകൊണ്ട് പറയാം, എനിക്കറിയാവുന്ന അയാളെ ഞാൻ പഠിപ്പിച്ചത്. ഞാൻ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. നമുക്കിതൊന്നും അനുസരിക്കാൻ വയ്യ. നമുക്ക് ദൈവവചനം അനുസരിക്കാൻ വയ്യ.
ഈ മക്കൾക്ക് ഇത് ആവർത്തന പുസ്തകം 6:6 പറയുന്നത് പോലെ നിന്റെ മക്കൾക്ക് നീ അത് പറഞ്ഞു കൊടുക്കണം. നീ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നീ അത് ധ്യാനിക്കണം. നിന്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. എത്ര മാതാപിതാക്കൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ സാധിക്കും, എന്റെ മക്കൾക്ക് ഞാൻ വചനം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു വല്യപ്പിച്ചൊരു കൊച്ചുമാരായി നിൽക്കുന്നേ, അങ്ങനെ ഒരു വല്യപ്പിച്ചൊരു കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം, അങ്ങനെ ഒരു മരിച്ചുപോയ 87-ാം വയസ്സിൽ മരിച്ചുപോയ ഒരു വല്യപ്പിച്ചൊരു കൊച്ചുമാരായി നിൽക്കുന്നേ. ഞാൻ കണ്ടിട്ടുണ്ട് ആ അമ്മച്ചിയുടെ പ്രാർത്ഥന, ആ അമ്മച്ചിയുടെ വചനം. ആ അമ്മച്ചിയാണ് എന്നെ മടിയിരുത്തി 23-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 90-ാം സങ്കീർത്തനം എല്ലാം എനിക്ക് കാണാതെ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചത് ആ അമ്മച്ചിയാ. ഞാനത് ചോദിക്കട്ടെ, മാതാവേ പിതാവേ, ഏത് മാതാപിതാക്കൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് നെഞ്ചത്ത് ആർജവത്തോടെ എന്റെ മക്കൾക്ക് ഞാൻ വചനം കൊടുത്തത്? എന്നിട്ട് പറയാ തെറ്റിപ്പോയി, ഓ അവളങ്ങാണ്ട പോയി, ആരാണ്ടും കൂടെ ഇറങ്ങിപ്പോയി, പോയി പോയി. ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈബർ സെക്യൂരിറ്റിയും ഡേറ്റാ സയൻസും ഒക്കെ പഠിപ്പിച്ച് കാണുവന്നേ. നീ വചനം പഠിപ്പിച്ചോ? ദൈവവചനം കൊടുത്തോ ഈ കുഞ്ഞിന്? ഇല്ലല്ലോ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ ദൈവവചനത്തിന്റെ അഭിഷേകത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമ്മുടെ വാക്കുകൾ ദൈവവചനത്തിനനുസരിച്ചായിരിക്കണം. ഒരു വാക്ക് ഇവിടെ വായിച്ച ഭാഗം ഞാൻ വിടുകയാണ്. എഫേസ്യ ലേഖനം എന്നെടുത്ത്, എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിനടുത്ത്, 5-ാം അധ്യായത്തിന്റെ 19-20 വായിച്ചാൽ മതി. 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണമെന്നാ ഓർക്കുന്നത്? പരസ്പരം ആരും ഒന്നും കേൾക്കുന്നില്ല. പരസ്പരം സംസാരിക്കണം. നിന്റെ വീട്ടിൽ സങ്കീർത്തനം സംസാരിക്കാറുണ്ടോ? നിന്റെ വീട്ടിൽ സങ്കീർത്തനം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? നിന്റെ വീട്ടിൽ സ്തുതികൾ ഉയരുന്നുണ്ടോ? സ്തുതികളാലും ആത്മീയ ഗീതങ്ങൾ ഉയരുന്നുണ്ടോ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് പ്രഭാതത്തിൽ ക്രിസ്ത്യാനികളുടെ ഭവനത്തിന്റെ മുമ്പിൽ പോകുന്ന ഒരു കാലത്തുണ്ട്. അതിരാവിലെ തിരുസന്നിധിയൊക്കെ ഉണ്ട്. അവൻ എഴുന്നേൽക്കുന്ന വൈകുന്നേരയ്ക്ക് അതിരാവിലെ തിരുസന്നിധി, പിന്നെ അണയുന്നൊരു തിരുസന്നിധി. എവിടെ ആ പാട്ടിക്കന്മാരെ ആ പാട്ടൊന്ന് പാടിക്കട്ടെ. അതിരാവിലെ ഓക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വേദോത്സവം പറയുക, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ പരസ്പരം സംസാരിക്കണം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സങ്കീർത്തനം പറയണം. ഈ കുഞ്ഞുങ്ങളോട് പറയണം, യഹോവയുടെ ഇടയിലാണ്, നമുക്ക് ഒരു കുറവുണ്ടായില്ല. പോലെ പച്ചയായ മുൻപുറങ്ങൾ അവന്റെ നടത്തോടാ, പക്ഷെ സ്വസ്ഥതയുള്ള കിടത്തോടാ, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ നടത്തോടാ. മക്കളെ കൂരിൽ താഴ്വഴ കൂടി നടന്നാലും നമുക്കൊരർത്ഥം വരുത്തിടാൻ പോലെ. അതാണ് ആ സങ്കീർത്തനം പറയുന്നത്. ഇത് പറയണോ അങ്ങോട്ടും ഇങ്ങോട്ടും? അതോ നിന്റെ വീട്ടിൽ ശാപവാക്കുകളാണോ ഉപയോഗിക്കുന്നത്? തെറി വാക്കുകളാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത്? വൃത്തികെട്ട വാക്കുകളാണോ ഉപയോഗിക്കുന്നത്? സങ്കീർത്തനം പറയാറുണ്ടോ? സ്തുതി പറയാറുണ്ടോ? ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ടോ? കീർത്തനങ്ങൾ പാടാറുണ്ടോ? എല്ലാം പോയി. അതുകൊണ്ട് എന്ത് പറ്റുന്നു? കുടുംബങ്ങൾ തകർന്നു പോകുന്നു. ദൈവസ്തുതിയില്ല, ദൈവത്തിന് നന്ദി പറയില്ല, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കില്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യില്ല, ദൈവത്തെ ആരാധിക്കില്ല. കേൾക്കുന്ന രണ്ടാമത്തെ ഭാഗം വിടുകയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹം പ്രാപിക്കാനുള്ള രണ്ടാമത്തെ വഴി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്താൽ പണിയപ്പെടണം. നമ്മുടെ കുടുംബങ്ങളുടെ അടിത്തറ ദൈവവചനമായിരിക്കണം. ദൈവവചനം വിട്ടൊരു പ്രവൃത്തി ചെയ്യരുത്. ക്രിസ്ത്യവറീസിന്റെ നാവിൽ ഒരു വൃത്തികെട്ട വാക്ക് പുറപ്പെട്ടിട്ട് ഇന്നേക്ക് 37 വർഷമായി. അപ്പൊ നിങ്ങൾ ചോദിക്കും, രക്ഷിക്കപ്പെട്ടതാണോ? അതെ, 37 വർഷമായി ഈ നാവിൽ നിന്ന് ഒരു വൃത്തികെട്ട വാക്ക് വന്നിട്ട്. ഈ നാവിൽ നിന്ന് ദൈവസ്തുതി അല്ലാതെ ഒരു പാട്ട് വന്ന് ഞാൻ പാടും, ഒന്നാന്തരമായിട്ട് പാടും. ഇപ്പൊ സൗണ്ടിങ് ഇരിക്കുന്നത് എന്റെ നാവിൽ കഴിഞ്ഞ 37 വർഷമായി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞ ദിവസം മുതൽ 1996
21 മെയ് മാസം മുതൽ കൃത്യം എന്റെ കർത്താവിന്റെ സ്തുതി അല്ലാതെ, അവന് വേണ്ടി അല്ലാതെ ഒരു പാർട്ടി നാവിൽ ഒരു സിനിമ പാട്ട് മൂളാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഒരു സിനിമ കാണാൻ ദൈവം വിട്ടിട്ടില്ല. ആവശ്യമില്ലാത്തൊരു കടയിൽ പോയിട്ട് ചുമ്മാ വാചമടിക്കാൻ ഈ കാല് പോയിട്ടില്ല. അല്ലാത്തൊരിടത്ത് എന്റെ കാല് പോവില്ല. ഓർത്തഡോക്സുകാരൻ തന്നെ. എന്താണെന്നറിയാമോ? എന്താണ് ഇതിന്റെ മഹത്വം? എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, വചനം വിട്ട് കളിക്കരുത്. വചനമായിരിക്കും നിന്റെ കുടുംബത്തെ പണിയേണ്ടത്. നിന്റെ കുടുംബം വചനത്തിൽ നിൽക്കണം. വചനത്തിൽ വേരൂന്നി വളരണം. വചനത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കണം. വചനം വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവവചനത്തോട് ചോദിക്കണം. എന്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ വേണം, ചോദിക്കണം ദൈവത്തോട്. എന്താ ഞാൻ ചെയ്യേണ്ടത്? എവിടെ വിടണം? എന്റെ ഏത് കോളേജിൽ എന്നെ എന്റെ കുഞ്ഞിനെ വിടണം? ഏത് കോഴ്സിൽ അവരെ വിടണം? എന്റെ കുഞ്ഞിനൊരു ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ലതാണോ? അത് ശരിയാണോ? ദൈവത്തോട് ചോദിക്കണം. ദൈവവചനത്തോട് ചോദിക്കണം. അപ്പോഴാണ് കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. ആ ഭാഗം ഞാൻ വിടുന്നു. ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുക. സമയം പോയി. അപ്പോൾ അതിന്റെ ഞാൻ പറഞ്ഞു, അനുഗ്രഹം പ്രാപിക്കാൻ ഒന്നാമത്തെ വഴി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഉറപ്പാക്കണം. ദൈവ സാന്നിധ്യത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു വസ്തുവും ഒരു വ്യക്തിയും നിന്റെ വീട്ടിൽ കയറരുത്. എന്താ കാണുന്നേ? പെരുന്നാൾ വന്നാലും കൂടി പറഞ്ഞല്ലേ, പെരുന്നാൾ വന്നാലും കൂടി, മാമോദീസ വന്നാലും കൂടി, കല്യാണം വന്നാലും കൂടി. ഞാനിപ്പോ കല്യാണ വീട്ടിൽ തലേന്ന് പ്രാർത്ഥിക്കാൻ പോകത്തില്ല. വലിയ ആളമായിട്ടൊന്നുമല്ല, എന്റെ തിക്ത അനുഭവം കൊണ്ടാണ് പോകാത്തത്. തലേ ദിവസം പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ ഒരു മുറിയിരുന്ന് അവരെല്ലാം കൂടെ കുടിയോട് കൂടിയ. പിന്നെ ഞാൻ എന്ത് പ്രാർത്ഥിക്കാൻ? എന്താ ഈ കുഞ്ഞിന് പരിശുദ്ധാത്മാവിന്റെ എന്താ വിവാഹത്തിലൂടെ അനുഗ്രഹിക്കപ്പെടാനാണ്. അപ്പൻ ഉൾപ്പെടെ ഇരുന്ന് കുടിക്കുക. ഇയാൾ അനുഗ്രഹിക്കപ്പെടാം. ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോകും. എന്ത് ആഘോഷം വന്നാലും കൂടി ക്രൈസ്തവ കോളേജ് കാണുന്ന എന്താ പറഞ്ഞാൽ അതൊരു സോഷ്യലൈസ് ചെയ്യപ്പെടുക. എന്താ നമ്മുടെ ഭവനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കാണുന്നത് ക്ലബ്ബുകളായി മാറുന്നു. ക്ലബ്ബുകളായി മാറുന്ന ക്ലബ്ബുകളായി മാറും നമ്മുടെ ചില ഭവനങ്ങളൊക്കെ. ക്ലബ്ബ് പോലെ, ക്ലബിന്റെ സംസ്കാരം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ പൈതല് ദൈവവചനത്തിന്റെ സംസ്കാരം ഉണ്ടാകണം. ദൈവവചനത്തിന്റെ ഒരു കൾച്ചർ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവവചനം വിട്ടൊരു പ്രവൃത്തി ചെയ്യരുത്. ദൈവവചനം വിട്ടൊരു കളി കളിക്കരുത്. ആ ദൈവവചനത്തിന്റെ ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മാറും. മൂന്നാമത്, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള മൂന്നാമത്തെ കാര്യം, കുടുംബങ്ങളിൽ പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും ഉയരണം. കമ്പിവാക്കുകൾ പറയാം. കുടുംബങ്ങളിൽ സ്തുതിയും ആരാധനയും, പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും ഉയരണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവസ്തുതി ഉണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ സ്തോത്രമുണ്ടോ? സ്തോത്രം നന്ദി പറയാറുണ്ടോ? എന്ന സ്തോത്രം പറഞ്ഞാൽ നന്ദി പറയാറുണ്ടോ? ഈ മക്കളെ തന്ന മാതാപിതാക്കളെ, ഈ മക്കളെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ബലിപീഠത്തിന്റെ മുന്നിൽ വന്ന് ഈ മക്കളെ തന്ന ദൈവമേ നിനക്ക് 1000 സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഈ കുഞ്ഞിനൊരു ഫസ്റ്റ് റാങ്ക് കിട്ടും. ചില മാതാപിതാക്കളൊക്കെ എന്റെ കൂടെ റാങ്കുകൾ തുടർച്ചയായിട്ട് റാങ്ക് കിട്ടുമായിരുന്നു. വന്ന ഉടനെ ഇട്ടു സാറേ ഫസ്റ്റ് റാങ്ക് കണ്ടു കൊച്ചിനാ സാറേ. ഞാൻ പറഞ്ഞു എന്തോ ചെയ്തു? എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറേ, പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് സാറേ. നാത്തൂനെ വിളിച്ചു, അടിയനെ വിളിച്ചു, അവരെ വിളിച്ചു, ഇവരെ വിളിച്ചു, പേപ്പറിൽ കൊടുത്തു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആ കൊച്ചിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ വന്ന് എന്റെ ദൈവമേ ഇങ്ങനെ ഒരു കുഞ്ഞിനെ തന്ന കർത്താവേ നിനക്ക് 1000 സ്തോത്രം എന്ന് പറയാൻ നിന്റെ നാം ഉയർന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? തിരിച്ചറിയണം. ദൈവം തന്ന നന്മകൾക്കായി ദൈവത്തിന് നന്ദി പ്രകാശിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാകുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഒരുത്തൻ ഒരു വിജാതീയം, ചുരുക്കി എന്ന് പറയും, ഒരു വിജാതീയം വന്ന് യേശുവിനോട് പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടി കേട്ടോ. അവന്റെ കാൽക്കൽ കമന്ന് വീണു. കാൽക്കൽ കമന്ന് വീണിട്ട് അവനോട് നന്ദി പറയുക, ഓ എനിക്ക് സൗഖ്യം കിട്ടി കർത്താവ്. കർത്താവ് അവനോട് ചോദിച്ചാൽ 10 പേരുടെ സുഖം പ്രാപിച്ചത്. ബാക്കി 9 എന്ത് ചെയ്യണം? ബാക്കി 9
ഈ വിജാതീയനല്ലാതെ ഒരുവന് പോലും മടങ്ങി വന്ന് നന്ദി പറയുവാൻ മനസ്സ് കാണിച്ചില്ലല്ലോ. നമ്മളൊക്കെ ഇതുപോലെ എന്തുമാത്രം എനിക്ക് മക്കളില്ല, നിങ്ങളൊക്കെ എന്തുമാത്രം നന്മകൾ അനുഭവിച്ചതാണ് ഈ ഇരിക്കുന്നവർ. ലക്ഷങ്ങൾ ഞാൻ മുടക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മക്കളെ തന്നില്ലയോ? ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ ഈ ബലിപീഠത്തിൽ വന്ന്? എന്ന് പറഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവ പൈതലെ സ്തോത്രമർപ്പിക്കണം. നമ്മുടെ വിശുദ്ധ കുർബാന യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി സ്തുതി എന്നർത്ഥം. താങ്ക്സ് ഗിവിംഗ് അതിന്റെ അർത്ഥം. താങ്ക്സ് ഗിവിംഗ് യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന. താങ്ക്സ് ഗിവിംഗ് അതിന്റെ അർത്ഥം. നീ ഈ ബലിപീഠത്തിൽ വന്ന് നന്ദി പറഞ്ഞിട്ടുണ്ടോ ഈ കുഞ്ഞിനെ ഓർത്ത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവർക്ക് ആ കൊച്ചിന് ഫസ്റ്റ് റാങ്ക് കിട്ടി, സമ്മതിച്ചാൽ ആ കൊച്ചിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയതെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണ്ടേ? എന്തുകൊണ്ട് പറയണം? ഈ കുഞ്ഞിനെ പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ, ഈ കുഞ്ഞ് പഠിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിന്റെ ജോലി പോയിരുന്നെങ്കിലോ, ഇടയ്ക്ക് വെച്ച് നീ പട്ടു പോയിരുന്നെങ്കിലോ, ഇടയ്ക്ക് വെച്ച് നീ പട്ടു പോയിരുന്നെങ്കിലോ ഈ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നിനക്കാവുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിനെ ഫസ്റ്റ് റാങ്ക് കിട്ടുവാനും ഈ കുഞ്ഞിനെ പഠിപ്പിക്കുവാനും എനിക്ക് കൃപ തന്ന ദൈവമേ, എനിക്ക് ജോലി ചെയ്യുവാൻ എനിക്ക് ആരോഗ്യം തന്ന ദൈവമേ, എനിക്ക് അതിനുള്ള സമ്പത്ത് തന്ന ദൈവമേ, നിനക്ക് 1000 സ്തോത്രം. ഇത് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മേൽ ആ ബലിപീഠത്തിൽ നിന്ന് കൃപയുടെ അനുഗ്രഹം ഒഴുകാൻ തുടങ്ങും കേട്ടോ. ആ ബലിപീഠത്തിൽ നിന്ന് കൃപയുടെ അനുഗ്രഹങ്ങൾ ഈ കുഞ്ഞിന്റെ മേലെ കൊണ്ട്, ഇതൊരു ആത്മീയ സത്യമാണ് കേട്ടോ. കൃപയുടെ ആവാസം ഈ കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ തുടങ്ങും. നമ്മളിതൊന്നുമില്ല. ഓ എന്റെ കുഞ്ഞ് ഞാൻ പഠിപ്പിച്ചു, ഞാൻ വളർത്തിയതാ, എന്റെ കഴിവാ, എന്റെ കുഞ്ഞ് മിടുക്ക് കാണിച്ചത് എന്റെ കഴിവാ. കാരണം എവരുടെ അമ്മയോട് വഴക്കും എന്റെ കഴിവാണ് ഇത് ഭർത്താവ്, ഭാര്യ എന്റെ കഴിവാണ് എന്ന് ഭാര്യ പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം ഞാൻ പറഞ്ഞത് 3ാമത്തെ പോയിന്റ്, പ്രിയമുള്ളവരെ, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ സ്തുതി ഉയരണം, ആരാധന ഉയരണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ അബ്രഹാമിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ പേര് അബ്രഹാം, കിട്ടി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പര്യായ പദമാണ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഈ അബ്രഹാമിനോട് അബ്രഹാമിനെ കുറിച്ച് അബ്രഹാമും ഈ അവരുടെ പൂർവ്വപിതാക്കന്മാരെ വേദപുസ്തകം എടുത്തു നോക്കി. ആ പൂർവ്വപിതാക്കന്മാര് എവിടെ ചെന്നാൽ അവര് കൂടാരം അടിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ബലിപീഠം പണിയായിരുന്നു. ഒരു ബലിപീഠം പണി എന്തിനാ? ദൈവത്തെ ആരാധിക്കുവാൻ. അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം അതുപോലെ ഉയർത്തി. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവാരാധന ഉണ്ടാകണം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവസ്തുതി ഉയരണം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള 3ാമത്തെ വഴി എന്ത് ചെയ്യണം? പ്രാർത്ഥന, സ്തുതി, ദൈവാരാധന ഉയരുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബം അനുഗ്രഹമാണ്. ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ, 4ാമതൊരു പോയിന്റ് ചുരുക്കമ്പി വാക്കുകൾ പറയുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള 4ാമത്തെ കാര്യം, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ ഷെയറിംഗ് ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം അതാ, പരസ്പരം പങ്കുവെക്കില്ല. ഒരു സ്നേഹത്തിന്റെ ഒരു ഷെയറിംഗ്, ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബങ്ങളില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നത്, ആ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. പരസ്പരം പഴി പറയാനോ കുറ്റപ്പെടുത്തലിന്റെ ആത്മാവല്ല നമ്മൾ വ്യാപരിക്കുന്നത്. പരസ്പരം എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ പങ്കുവെക്കണം. നിങ്ങൾ അബ്രഹാമിനെ നോക്കാൻ, അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് ബലിയർപ്പിക്കാൻ പോവുക. ആ ബലിയർപ്പിക്കാൻ മോറിയ മലയിൽ 60 മൈൽ യാത്ര ചെയ്ത് മോറിയ മലയുടെ താഴെ ചെന്നപ്പോൾ ഈ കുഞ്ഞ് അപ്പനോട് ചോദിച്ച് അപ്പാ ഒരു വിളിച്ചു. അപ്പാ അപ്പൻ കൊടുത്തോളേ അവിടെ എങ്ങാന്നറിയാം, മൈ സൺ, എന്താ മോനെ. അപ്പൻ കൊടുത്ത ആദ്യത്തെ വാക്കത അപ്പാ എന്ന് വിളിച്ചതിന് അബ്രഹാം എന്താ മോനെ. ഈ അപ്പന്റെ മനസ്സ് ഉരുകിയായി പോകുന്നുണ്ടോ? ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ ദൈവം പറഞ്ഞതനുസരിച്ച് ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കുവാൻ പോവുക. പക്ഷെ ആ ബലിയർപ്പിക്കാൻ പോകുന്ന മനസ്സ് മുഴുവൻ നീറി മനസ്സ് മുഴുവൻ നൊമ്പരപ്പെട്ട് ആകുലപ്പെട്ട് പോവുക ഈ മനുഷ്യൻ. അപ്പോഴാണ് അപ്പൻ മോൻ ചോദിക്കുന്ന അപ്പാ 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 എന്ന് വിളിക്കുമ്പോൾ അപ്പൻ കൊടുക്കുന്ന മറുപടി, എന്താ മോനെ, എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോൾ ആ മകൻ ചോദിച്ചു. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിന്നെ അവർ തമ്മിൽ ഷെയറിങ് നടക്കുക. ഈ മനുഷ്യൻ തളർന്നിരിക്കുക കേട്ടോ. 60 മൈൽ യാത്ര ചെയ്ത് വരിക, നടന്നു വരിക. ഈ മനുഷ്യൻ അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഈ മോൻ ചോദിച്ചു, അപ്പ തീയും വിറകും ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ആട്ടിൻകുട്ടി എന്തിയെ? അതിന് ഈ മക്കൾ അപ്പോൾ മറുപടി കൊടുത്തെന്ന് അറിയാമോ? ആട്ടിൻകുട്ടിയെ ദൈവം കരുതുവരാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇപ്രകാരം നിന്റെ കുടുംബത്തിലൊരു ഷെയറിങ്, നിന്റെ കുടുംബത്തിലൊരു സ്നേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നിന്റെ കുടുംബത്തിലുണ്ടോ?
ഉണ്ടോ? കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ ഒരു ഷെയറിംഗ് ഉണ്ടാകണം. നിങ്ങൾ ഈ സക്കറിയ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ സക്കറിയ എലിസബത്ത് ദമ്പതികൾ, സക്കറിയായുടെ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിന്റെ ഭാര്യയെ ഗർഭം ധരിക്കുമെന്നൊക്കെ പറഞ്ഞു, ഞാൻ പുത്രനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഈ പുള്ളി വിശ്വസിച്ചില്ല. പുള്ളി എന്തായി തീർന്നു? ഊമനായി തീർന്നു. എന്നിട്ട് ഈ കൊച്ചിന് എന്ത് പേരിടുമെന്ന് പോലും സക്കറിയാക്കി വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആര്? ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഏതായാലും ശരി, പേരിടുന്ന സമയത്ത് അവിടെ നാട്ടുകാരെല്ലാം കൂടെ അമ്മയോട് ചോദിച്ചു, എലിസബത്തെ അല്ല, നാട്ടുകാരെല്ലാം കൂടെ സക്കറിയാന്ന് പേരിടാൻ പോയി. കാരണം അവർ അപ്പന്റെ ഒക്കെ പേരങ്ങനെയല്ലേ. ആ സക്കറിയാന്ന് പേരിടാൻ പോയപ്പോൾ അന്നാലും ആരാണ്ട് പറഞ്ഞു, അമ്മയോടൊന്ന് ചോദിക്കാം. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, സക്കറിയാന്നല്ല അവന്റെ പേരിടുന്നത്, പിന്നെന്തുവാ? പ്രശ്നമൊന്നും തോന്നില്ല. യോഹന്നാനൊന്ന് പേരിടുന്ന കുഞ്ഞിന് നിന്റെ ചാർച്ചക്കാർക്കാർക്ക് അങ്ങനെ ഒരു പേരില്ലല്ലോ. അപ്പൊ അവര് വിചാരിച്ച എന്നാ ഒരു കാര്യം ചെയ്യാം, ആരോട് ചോദിക്കാം? അപ്പനോട് ചോദിക്കാം. അപ്പനോട് ചോദിക്കാമെന്ന് വിചാരിച്ച അപ്പന് മിണ്ടാനും വയ്യ. പണ്ടെങ്ങാണ്ട് അപ്പനോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതാ ഈ പേര്. അപ്പന് മിണ്ടാനും വയ്യ. അപ്പൻ പറഞ്ഞൊരു പലക കൊണ്ടുവരാൻ പറഞ്ഞു. പലക കൊടുത്തപ്പോൾ അതിനകത്തോട്ട് എഴുതി എന്ത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഊമനായ മനുഷ്യൻ ഈ അമ്മച്ചിയോട് എങ്ങനെ പറഞ്ഞത്? ഒന്ന് ചിന്തിക്കുന്നേ. ഈ ഊമനായ മനുഷ്യൻ ഈ അമ്മച്ചി ഈ എലിസബത്തിന് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ സംഭവം? അതാണ് സ്നേഹത്തിന്റെ കവിയൊഴുക്ക്. ബൈബിൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, അതാണ് സ്നേഹത്തിന്റെ ഷെയറിംഗ്. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ പോയി പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ ഷെയറില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, മക്കൾ മാതാപിതാക്കൾ തമ്മിൽ ഷെയറിംഗ് ഇല്ല. ആരെന്ന് പറയുന്നു, ഒന്നും ആർക്കും ഒരു പിടിയില്ല. എങ്ങനെ പോകുക നമ്മുടെ തലമുറ? ക്രൈസ്തവ കോളത്തിനാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാചം അലറുന്ന സിംഹം പോലെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രവേശിച്ച് നമ്മുടെ കുടുംബങ്ങളെ തളർത്തുകൊണ്ടിരിക്കുന്നു. എന്റെ വാക്കുകളെ ഉപസ്മരിക്കുന്ന ഈ മക്കളെ അല്പം മുമ്പോട്ട് പോയി എനിക്കറിയാം. എങ്കിലും 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഉറപ്പാക്കണം. 2, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നു. 3, നമ്മുടെ കുടുംബങ്ങളിൽ സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും ആരാധനയും ഉയരണം. 4, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ ഷെയറിംഗ് ഉണ്ടാകണം. അപ്രകാരം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി തീരണം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ കൃപയുടെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുവാൻ തക്കോണം ഈ പെരുന്നാള് മുഖാന്തരമായി തീരട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇത് കേൾപ്പിച്ച വചനങ്ങൾക്കായി നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവവചനത്താൽ പണിയപ്പെടുന്ന കുടുംബങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ മദ്യം കയറ്റുവാൻ ഞങ്ങളെ ഇടയാക്കരുത്. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് ഹിതമല്ലാത്ത, എന്റെ ദൈവത്തെ, എന്റെ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുവും ഒരു വ്യക്തിയും എന്റെ കുടുംബത്തിൽ പ്രവേശിക്കുവാൻ കർത്താവേ നീ അനുവദിക്കരുത്. എന്റെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ കമ്മ്യൂണിറ്റി, സ്നേഹത്തിന്റെ ഷെയറിംഗ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുവാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്റെ കുടുംബത്തിൽ സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും ആരാധനയുടെ സംഗീതം വരുവാൻ തക്കോണം ഇടയാക്കണമേ. എന്റെ കുടുംബത്തിൽ വചനത്തിന്റെ സംഗീതം, വചനത്തിന്റെ നിറവ് അനുഭവിക്കുവാൻ നമുക്ക് ഇടയാക്കണമേ. ഈ പരിശുദ്ധ പെരുന്നാളിൽ ഞങ്ങൾക്ക് അതിന് മുഖാന്തരമാക്കി തീർക്കണമേ. പരിശുദ്ധയായ ശ്രീമതിയായ ദൈവമാതാവേ, ഈ ദേവാലയത്തിന്റെ കാവൽപിതാവായിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ്നാഥായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോട്ടെ. അതിനനുബന്ധിച്ച സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ചുറ്റുപാടുമൊക്കെ എൻ്റെ അമ്മ വഴിയുള്ള കുടുംബങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അവരൊക്കെ ഇവിടെ തിരിപ്പുണ്ട്. എല്ലാവരോടും നന്ദി, സ്നേഹം. ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ കുടുംബമായി മാറട്ടെ. ഈ പെരുന്നാളിൽ അപ്രകാരം